ഒരു കാര്യം ചിന്തിച്ചിട്ട് നമുക്ക് കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാൻ സമയമെടുക്കാം. ഹീബ്രൂസിൻ്റെ തന്നെ ലെറ്റർ ടു ദി ഹീബ്രൂസ് ചാപ്റ്റർ 12 ഹീബ്രൂസ് 12 ഒരു സെൻറ്റൻസ് എൻ്റെ 14 ഇങ്ങനെ എഴുതിയേക്കുന്നത്: എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ വർത്തിക്കാനും വിശുദ്ധി പ്രാപിക്കാനും പരിശ്രമിക്കുക. അവിടെ ഫുൾ സ്റ്റോപ്പ് ആണ്. അവിടെ നമ്മൾ വായിച്ച് നിർത്തിയായിരുന്നെങ്കിൽ അതിൻ്റെ ഗൗരവമില്ലായിരുന്നു. ഇതിൽ എഴുതിയേക്കുന്നത് വിശുദ്ധി പ്രാപിക്കാനും പരിശ്രമിക്കുക എന്നിട്ട് എഴുതിയേക്കുന്നത് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല. നമ്മളങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ല ഇമ്പോസിബിൾ ആയിട്ട് എഴുതിയേക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ബൈബിളിൽ. ഇപ്പം കർത്താവ് നിക്കോദേമസിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ വീണ്ടും ജന്മം പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ കാണില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു സീ ഗോഡ് വിതൗട്ട് ബീങ് ബോൺ അഗെയിൻ. ഒരുവൻ വീണ്ടും ജന്മം പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ കാണില്ല. മീൻസ് ഇമ്പോസിബിൾ ടു എൻ്റർ ദി കിങ്ഡം ഓഫ് ഹെവൻ വിതൗട്ട് ബീങ് ബോൺ അഗെയിൻ. അതേസമയം നമ്മൾ ഹീബ്രൂസ് 11 വായിക്കുന്നുണ്ട്. 11 വായിക്കുന്നത് എന്താ? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് വിതൗട്ട് ഫെയ്ത്ത്. ഇപ്പോൾ കർത്താവിനെ പ്ലീസ് ചെയ്യാൻ വിശ്വാസം കൂടാതെ പറ്റത്തില്ല. അപ്പോൾ പ്ലീസ് അത് ഒരു എന്താ പറയുന്നത്, സ്വർഗത്തിൽ പോകാൻ അല്ലെ രക്ഷിക്കപ്പെടാനുള്ള ഒരു എസെൻഷ്യൽ കാര്യമായിട്ടല്ല അവിടെ പറഞ്ഞത്. ദൈവത്തെ പ്ലീസ് ചെയ്യണമെങ്കിൽ വിശ്വാസം കൂടാതെ പറ്റത്തില്ല. കാരണം വിശ്വാസം നമ്മൾ രക്ഷിക്കപ്പെട്ടു. അത് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഫെയ്ത്തിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്, നമുക്കതറിയാം. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു സീ ഗോഡ് വിതൗട്ട് ബീയിങ് ഹോളി, അല്ലെങ്കിൽ വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ പലപ്പോഴും ആ ഗൗരവത്തോടെ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, എല്ലാം എവറിത്തിങ് ഈസ് ഓൾ റൈറ്റ് എന്നുള്ള രീതിയിലാണ് പൊതുവെ മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞേക്കുവാണ് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണില്ല. അപ്പം ഇവിടെ ആ ഒരു സെൻറ്റൻസ് ആക്ച്വലി ഹീബ്രൂസ് 10 37 തുടങ്ങി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വരുന്നതിൻ്റെ തുടർച്ചയാണ്. ഹീബ്രൂസ് 10:37 നമുക്കറിയാം, ഇനി അല്പസമയം കഴിയേണ്ടു, വരാനിരിക്കുന്നവൻ വരും, വൈകുകയില്ല, എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. എന്നിട്ട് പറയാണ്, ഒഴിഞ്ഞു മാറുന്നെങ്കിൽ എൻ്റെ ആത്മാവ് അയാളിൽ പ്രസാദിക്കില്ല. നാമോ ഒഴിഞ്ഞു മാറി നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, കർത്താവിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 ചാൻസ് ഉണ്ട്. നമ്മൾ ചിന്തിച്ചത് ലെറ്റർ ഓഫ് ഹീബ്രൂസ് അഡ്രസ്സ് ചെയ്തേക്കുന്ന ആർക്കാ? വിശ്വാസികൾക്കാ. വിശുദ്ധ വിളിയിൽ പങ്കുകാരായ സ്വർഗീയ സഹോദരരെ എന്ന് വിളിച്ചിട്ട് എഴുതുന്നത്. എന്നിട്ട് ഇവിടെ പറഞ്ഞേക്കുവാണ് 2 വഴികളുണ്ട്. ഒന്ന് ഇവിടെ പറഞ്ഞേക്കുവാണ്, നാം ഒഴിഞ്ഞു മാറി നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. ജീവിതയാത്ര ആരംഭിച്ചതാ. ഒഴിഞ്ഞു മാറി നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ഈ ജീവിതയാത്രയിൽ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഒഴിഞ്ഞു മാറിയാൽ നശിക്കും. എന്നാൽ നമ്മൾ അതിലാകരുത്, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. കാരണം നമ്മൾ പൊതുവെ ആരും ചിന്തിക്കാറില്ല, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നരകത്തിൽ പോകുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. മീൻസ് പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ രക്ഷിക്കപ്പെട്ടു, രക്ഷ പൂർത്തിയാകുന്നത് രക്ഷയിൽ മരിക്കുമ്പോഴാണ്, വിശ്വാസത്തിൽ മരിക്കുമ്പോഴാണ്. പുതിയ നിയമത്തിൽ 3 സ്ഥലത്ത് അപ്പസ്തലന്മാർ പഠിപ്പിച്ചു. ഈ യൂദയുടെ ലേഖനം എടുക്കുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മളത് പലപ്പോഴും ഗൗരവത്തോടെ പലപ്പോഴും പഠിപ്പിക്കാറില്ല. എന്നാൽ ഗൗരവത്തോടെ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. യൂദയുടെ ലേഖനം 5-ാം സെന്റൻസിൽ അതായത് എനിക്ക് ഒരു സെക്കൻഡ് ചിന്തിച്ചിട്ട്, അതായത് യൂദ ഈ ലേഖനം എഴുതുന്ന ആൾക്കാരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് കാര്യം ഓർമ്മിപ്പിച്ചത്, നമ്മളത് ഓർക്കുന്നുണ്ടോ എന്നൊന്ന് ചിന്തിക്കേണ്ടതാ. ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഒരു ജനതയെ രക്ഷിച്ചവൻ തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചു. പിന്നെ അപ്പൊ ഇതാണ് അവിടെ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം. ഇതാണ്, അതായത് ഈജിപ്ത് ദേശത്ത് നിന്ന് ഒരു ജനതയെ രക്ഷിച്ചവൻ തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ
നശിപ്പിച്ചു, ശിക്ഷിച്ചു. അപ്പം ഈ ഒരു കാര്യമാണ് യൂദ ഇവിടെ പറയാണ്, നിങ്ങൾ എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏത് കാര്യമാണ്? ഈജിപ്റ്റ് ദേശത്ത് നിന്ന് ഒരു ജനതയെ രക്ഷിച്ചവൻ തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ ഇത് ആരും അത്ര ഗൗരവമായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പൊതുവെ. അതായത് നമ്മളെങ്ങനെയാണ്, ഞാൻ 86 രക്ഷിക്കപ്പെട്ടു, 87 രക്ഷിക്കപ്പെട്ടു, ഹു ആർ യു ടുഡേ? അതിന് മാത്രമേ ദൈവസന്നിധി പ്രസക്തിയുള്ളൂ. ഇവിടെ ഈ കാര്യം ആരൊക്കെ റിമൈൻഡ് ചെയ്തിട്ടുണ്ട്? അപ്പസ്തലന്മാർ. ഇവിടെ യൂദ റിമൈൻഡ് ചെയ്തു. ഈജിപ്തിൽ നിന്ന് ഒരു ജനത കുഞ്ഞാടിൻ്റെ രക്തം തളിച്ച് രക്ഷിക്കപ്പെട്ടു, ചെങ്കടൽ കടന്ന് സ്നാനപ്പെട്ടു, മേഘത്തിന് കീഴിലായി പരിശുദ്ധാത്മ സ്നാനം ഏറ്റു. പക്ഷെ ഇവരാരും കാനാനിൽ കയറിയില്ല. അത് മുന്നമേ നമുക്കൊരു പാഠമായിട്ട് എഴുതി അതിൻ്റെ നിഴലായിട്ട് സംഭവിച്ചു. ഇവിടെ യാഥാർത്ഥ്യം എന്താണെന്ന് ഇവിടെ യൂദ പറയുകയാണ്. ഈ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിന് മുമ്പ് ഇവിടെ പറഞ്ഞേക്കുന്ന ചില ആൾക്കാർ നിങ്ങളുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി പാപത്തെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപയെ സ്വന്തം വിഷയാസക്തിക്ക് ദുരുപയോഗിക്കുന്നു. 4ാം സെന്റൻസ് ഇത് കണ്ടിട്ടാണ് യൂദ പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ കിട്ടി, അതുകൊണ്ട് കൃപ കിട്ടി, ഇനിയൊരു പ്രശ്നമില്ല, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇനിയൊരു പ്രശ്നമില്ല. അനേകർ അന്ന് ദൈവത്തിൻ്റെ കൃപയെ സ്വന്തം വിഷയാസക്തിക്ക് ഉപയോഗിച്ചപ്പോൾ യൂദ അത് റിമൈൻഡ് ചെയ്തു. പിന്നീട് ഇതേ എക്സാമ്പിളുകൾ ആരൊക്കെ സൈറ്റ് ചെയ്തിട്ടുണ്ട്? പത്രോസ് സൈറ്റ് ചെയ്തിട്ടില്ല, പൗലോസ് സൈറ്റ് ചെയ്തു, ഹെബ്രായ വിശ്വാസികളെ അതിൻ്റെ ഓദർ സൈറ്റ് ചെയ്തു. അപ്പോൾ 3 സ്ഥലത്ത് പുതിയ നിയമത്തിൽ എഴുതിയേക്കുന്ന കാര്യമാണ്. അതായത് ഈജിപ്തിൽ നിന്ന് പോകുന്ന ഇസ്രായേൽക്കാർ കാനാനിൽ കയറിയില്ല, അതുകൊണ്ട് ഭയത്തോടെ ജീവിതകാലം കഴിക്കുക എന്നിട്ട് ഇവിടെ എഴുതിയേക്കുവാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആലോചിക്കുക, ഇവിടെ നമ്മൾ ചിന്തിച്ച പോയിന്റ് ഇതാണ്: വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. അപ്പോൾ അത് തുടങ്ങിയേക്കുന്നത് അത് ചിന്തിച്ചു വന്നത്, അപ്പം നമ്മൾ ഒഴിഞ്ഞു മാറി നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്തുണ്ടായിരുന്നേക്കാൾ നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വന്ന് ഒരു കൊച്ചു കുഞ്ഞുണ്ടാകുന്നതിനോട് ഉപമിച്ചേക്കുന്നത് രക്ഷിക്കപ്പെടുന്നത്. നവജാതനായ ശിശു കൗമാരം കടന്ന് യൗവനം പ്രാപിച്ച് വാർദ്ധക്യത്തിലെത്തി മരിക്കും. ഒരു മനുഷ്യ ജന്മത്തിലുണ്ടാകുന്ന അവസ്ഥകളോട് ക്രിസ്ത്യ വിശ്വാസത്തെ ഉപമിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കും. നമ്മൾ രക്ഷിക്കപ്പെട്ട് പല വർഷങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട്, പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ടവരുണ്ട്. ഈ ഒരു യാഥാർത്ഥ്യം ഈ യൂദ ഓർമ്മിപ്പിച്ചൊരു കാര്യം, ഈ രക്ഷിക്കപ്പെട്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇറ്റ് ഈസ് ട്രൂ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചു. എന്നാൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ വഴിക്കോടെ, കർത്താവ് ആദ്യം പറഞ്ഞ പോലെ ഞാൻ ഇടുങ്ങിയ വഴിക്കോടെ തന്നെ നമ്മൾ പോയി ലക്ഷ്യത്തിലെത്തേണ്ടവരാണ്. നമ്മൾ ഹീബ്രൂസ് 10 മടങ്ങി വരുമ്പോൾ നാമോ പിന്മാറി നശിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാണ്. അപ്പം എന്നിട്ടാണ് 11ാം അധ്യായത്തിൽ വിശ്വാസം എന്താണ്, വിശ്വാസ വീരന്മാരെ കുറിച്ച് കുറേ പറയാതെ നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് അത് ചിന്തിക്കാനല്ല. അപ്പം അതിൽ പറഞ്ഞേക്കുന്നത് നമ്മൾ കായൻ്റെ വിശ്വാസം, ആബേലിൻ്റെ വിശ്വാസം, നോഹിൻ്റെ വിശ്വാസം, ഉൽപ്പത്തിയിലുള്ള കുറേ ആൾക്കാരുടെ വിശ്വാസം. ഉൽപ്പത്തിയിൽ എത്ര പേരുടെ വിശ്വാസമുണ്ട് പറഞ്ഞേക്കുന്നത്? അത് ശരി, ഉൽപ്പത്തിയിൽ എത്ര പേരുണ്ട്? ലിൻ്റെ ഇസാക്ക്, യാക്കോബ്, യോസഫ്. അപ്പോൾ 9 പേരുള്ളോ ആയിരിക്കും ഞാൻ. അപ്പോൾ പിന്നീട് പറഞ്ഞേക്കുന്ന വിശ്വാസങ്ങൾ, റാഹാബിന്റെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുറേ പേരുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവരെല്ലാം വിശ്വാസത്താൽ അംഗീകാരം നേടി. എന്നിട്ട് ഹീബ്രൂസ് 11 പറയാം, ഇവരെല്ലാം വിശ്വാസത്താൽ അംഗീകാരം നേടിയെങ്കിലും കൂടുതൽ മികച്ചത് ദൈവം നമുക്കായി മാറ്റിവെച്ചു. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, ആ വിശ്വാസത്താൽ അംഗീകാരം നേടിയ അബ്രാഹത്തേക്കാൾ, യാക്കോബിനേക്കാൾ, ദാനിയേലിനേക്കാൾ, ദാവീദിനേക്കാളൊക്കെ ഒരു മികച്ച അവസ്ഥയിൽ ജീവിക്കുന്നവരെ നമ്മൾ. കൂടുതൽ മികച്ചതിനെ ദൈവം നമുക്കായിട്ട് മാറ്റിവെച്ചു. എന്തായിരുന്നു ആ മികച്ചത്? കർത്താവായ യേശു ക്രിസ്തു. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കർത്താവിനെ കുറിച്ച് കർത്താവ് ഒരു സ്ഥലത്ത് പറയാം, ലൂക്ക് 10 അത് വളരെ ഹൃദയസ്പർശിയായിട്ട് ഞാൻ വായിക്കാറുള്ള ഒരു സ്ഥലം. 10:21 തുടങ്ങിയൊന്ന് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ചെറുപ്പം തുടങ്ങി കർത്താവിനെ അറിഞ്ഞവരാണ്. നമ്മുടെ പല ബന്ധക്കാരും
കർത്താവിന് എന്താ പറയുന്നത്, ദൈവവചന സത്യങ്ങളിലോട്ട് വരാത്തവരാണ്. അപ്പം നമുക്ക് കിട്ടിയ ദൈവകൃപയെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ട. 10:21 തുടങ്ങി വായിക്കുമ്പോൾ, ആ സമയത്ത് തന്നെ അവൻ പരിശുദ്ധാത്മാവെ ആനന്ദിച്ച് പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നീ ഇക്കാര്യങ്ങൾ ജ്ഞാനികളിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് ഒഴിവാക്കി കൊടുത്തുവല്ലോ. അപ്പൊ ഇതിലൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഇത് ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിവാക്കി കൊടുത്തൊരു സത്യം ഇത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്ക്, ജ്ഞാനികള് വിവേകികള് ലോകത്തിലെ വലിയ പണ്ഡിതന്മാര് വലിയ ബുദ്ധിമാന്മാര് അവർക്കുള്ളതും എന്നാൽ അവർക്കുള്ളതും ശിശുക്കൾക്ക് ഇല്ലാത്തതുമായിട്ടുള്ള, അല്ലെങ്കിൽ ശിശുക്കൾക്കുള്ളതും അവർക്ക് ഇല്ലാത്തതുമായിട്ടുള്ള കാര്യം എന്താ? ശിശുക്കൾക്കുള്ളത് അവർക്കില്ലാത്തത്. ശിശുക്കൾക്ക് നമുക്ക് ഒരു താഴ്മയുള്ളൊരു ഹൃദയം, അല്ലെങ്കിൽ അവർക്ക് ഉള്ളതിനെ കുറിച്ച് ഒന്നിനെ കുറിച്ച് യാതൊരു ബോധ്യമില്ല ശിശുക്കൾക്ക്. അതേസമയം ഇവിടുത്തെ ജ്ഞാനികള് ബുദ്ധിമാന്മാര് ജ്ഞാനികളിൽ നിന്ന് വിവേകികളിൽ നിന്ന് ബുദ്ധിമാന്മാരിൽ നിന്നൊക്കെ മറച്ചു. അപ്പൊ ഇതില് ദൈവത്തെക്കുറിച്ച് അറിയാൻ വേണ്ടത് ജ്ഞാനമല്ല, ബുദ്ധിയല്ല, വലിയ പാണ്ഡിത്യമല്ല, പ്രത്യുത ശിശുക്കൾക്കുള്ള ക്വാളിറ്റി. അവർക്ക് എന്തുണ്ടെങ്കിലും അവർക്ക് ഒന്നിനെക്കുറിച്ചും വലിമയില്ല. കാരണം അവർക്ക് അറിയില്ല അവർക്ക് എന്തുണ്ടെന്ന്. അതിപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മോനെ എടുത്താലും ഏറ്റവും ദരിദ്രൻ്റെ മോനെ എടുത്താലും ഒരേ ഹൃദയാവസ്ഥ. കാരണം എൻ്റെ അപ്പന് എന്തുണ്ടെന്ന് ഈ കുഞ്ഞിനറിയില്ല. അപ്പോൾ ഹൃദയത്തിൽ ദൈവം നാച്ചുറലായിട്ട് തന്നിരിക്കുന്ന ഒന്നിനെക്കുറിച്ചും ഒരഹങ്കാരവും ഇല്ലാത്ത, അല്ല എനിക്ക് അതുണ്ട് ഇതുണ്ട് എനിക്ക് ഈ കഴിവുണ്ടെന്ന് ചിന്തിക്കുന്ന എല്ലാവരിൽ നിന്നും ഇത് മറഞ്ഞിരിക്കും. ഒരിക്കലും അതിനെക്കുറിച്ച് ഈ കർത്താവിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. കർത്താവിനെ കുറിച്ച് അറിയാൻ വേണ്ട യോഗ്യത ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ ലോകത്തിലെ പാണ്ഡിത്യം, അല്ലെങ്കിൽ ബൈബിൾ പഠിക്കാൻ വേണ്ട യോഗ്യതയല്ല. ബൈബിൾ പഠിക്കുന്ന ആർക്ക് വേണമെങ്കിലും പഠിക്കാം. ഇപ്പോൾ കെമിസ്ട്രി പഠിക്കാൻ നല്ല സ്കോളറായിട്ടുള്ള ഒരാൾക്ക് ബൈബിളിലും നല്ല സ്കോളറാകാൻ പറ്റും. അല്ലെങ്കിൽ മാത്തമാറ്റിക്സിൽ നല്ല സ്കോളറായിട്ടുള്ള ആൾക്ക് ബൈബിളിന് സ്കോളറാകാൻ പറ്റും. പക്ഷേ ഈ മറച്ചു വെച്ചിരിക്കുന്ന യാഥാർത്ഥ്യം അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു, അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ വേണ്ടത് ഒരു സ്കോളർലി എബിലിറ്റി അല്ല, ശിശുക്കൾക്കുള്ള എബിലിറ്റി. ആ ശിശുക്കൾക്കുള്ള എബിലിറ്റി ഇപ്പം ജ്ഞാനികൾക്കുണ്ടെങ്കിൽ ഇറ്റ് ഇസ് വെൽ ആൻഡ് ഗുഡ്. അതായത് ഒന്നിനെക്കുറിച്ച് അഹങ്കരിക്കാത്ത ഒരു വിജ്ഞാനി ഉണ്ടെങ്കിൽ, ഒരു പണ്ഡിതനുണ്ടെങ്കിൽ അവനും ദൈവം വെളിപ്പെടുത്തി കൊടുക്കും. അപ്പം ഈ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കിട്ടാനുള്ള യോഗ്യത എന്ന് പറയുന്നത് ഇന്നസെൻസ്, ഉള്ളതിനെക്കുറിച്ച് യാതൊരു ഹൃദയത്തിലുള്ളതിനെക്കുറിച്ച് യാതൊരു അഹങ്കാരവും ഇല്ലാത്തൊരു ഹൃദയം ഉണ്ടെങ്കിൽ കർത്താവ് വാരിക്കോരി കൊടുക്കും. കർത്താവ് ഇവിടെ പറയുകയാണ്, ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച ശിശുക്കൾക്ക് വെളിവാക്കി കൊടുത്തുവല്ലോ. അതേ പിതാവേ, നിന്റെ തിരുവുള്ളം അതായിരുന്നു. അന്നത്തെ തിരുവുള്ളം അതാണെങ്കിൽ ഇന്നും പിതാവിൻ്റെ തിരുവുള്ളം അത് തന്നെയാണ്. അപ്പം നമുക്ക് താഴ്മയുള്ളൊരു ഹൃദയം, നമുക്കുള്ളതിനെക്കുറിച്ച് ഒന്നും, ഇത് ദൈവം എനിക്ക് തന്നതാണ്, എനിക്ക് കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റി എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്, അല്ലാതെ എനിക്ക് എൻ്റേതായിട്ട് ഒന്നും ഇല്ല എന്നുള്ള ഹൃദയാവസ്ഥയുണ്ടെങ്കിൽ കർത്താവിനെ കുറിച്ചുള്ള ഒരു ഗ്ലിംസ്, ചെറിയൊരു നോളജ് കിട്ടാൻ തുടങ്ങും. കൂടുതൽ താഴ്മയിൽ വളരും തോറും കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും. അപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നതിൽ ഇത് ഏറ്റവും ഹംബ്ലസ്റ്റ് ആയിട്ടുള്ളത് ആരാന്ന് നമുക്കറിയില്ല, കർത്താവിനെ അറിയാവുള്ളൂ. ആ ആൾക്കായിരിക്കും ബൈബിളിനെ കുറിച്ചുള്ള നോളജ് അല്ല, ദൈവത്തെക്കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ നോളജ് ഉള്ള ആള് നമ്മുടെ കൂടെ ഇരിക്കുന്നതിൽ ഏറ്റവും ഹംബ്ലസ്റ്റ് ആയിട്ടുള്ള ആളായിരിക്കും. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്ന കാര്യം. അപ്പം ഇതിൽ എൻ്റെ പിതാവ് സർവവും എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു എന്നിട്ട് പറയാണ്, പുത്രൻ ആരെന്ന് പിതാവല്ലാതെ ആരും അറിയുന്നില്ല. എന്നിട്ടൊരു കാര്യം കൊണ്ടിട്ട്, പിതാവ് ആരെന്ന് പുത്രനും, പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാളും അല്ലാതെ മറ്റാരും അറിയുന്നില്ല. അപ്പം ഇത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു താക്കോല. ഈ താക്കോല് അല്ല, ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവം പാർഷ്യലല്ല, ദൈവം ചിലരെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചേക്കുന്നൊന്നും അല്ല. അതായത് ഈ 3 ഷോൾഡ് വെലോസിറ്റി എന്ന് പറയുന്ന പോലെ ദൈവം എന്തൊക്കെ കണ്ടീഷൻസ് വെച്ചിട്ടുണ്ടാവും നമുക്കറിയില്ല. അപ്പോൾ എത്രത്തോളം ഹംബിൾ, അല്ലെങ്കിൽ ദൈവം പുത്രനെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ ഇതിനെ പുത്രനെ സ്വീകരിക്കാനുള്ള ഒരളവിലുള്ള ഒരു ഹ്യൂമിലിറ്റി നമ്മൾ എത്തിപ്പെടുമ്പോൾ പിതാവ് പുത്രനെ വെളിപ്പെടുത്തി തരും. അല്ലെങ്കിൽ ജ്ഞാനികളിൽ നിന്നും വിവേകികളിൽ നിന്നും എന്നും മറച്ചു വെച്ചിരിക്കും. ലോകത്തിലെ എത്രയോ പണ്ഡിതന്മാർ ബൈബിൾ 70 തവണ വായിച്ചിട്ടുള്ളവരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, 50 തവണ വായിച്ചിട്ടുള്ളവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഞാൻ തന്നെ ബൈബിൾ ഒത്തിരി തവണ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ദൈവപുത്രനെ വെളിപ്പെടുത്താൻ ദൈവം തിരുമനസ്സായില്ല. അപ്പം ഇവിടെ പുത്രൻ ആർക്കെങ്കിലും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അയാളും അല്ലാതെ മറ്റാരും അറിയുന്നില്ല. എന്നിട്ടൊരു കാര്യം ഇനിയുള്ള ഞാൻ പറയാൻ എന്നെ സ്പർശിച്ചിട്ടുള്ള കാര്യങ്ങൾ 23 തുടങ്ങി വായിക്കുമ്പോൾ, അനന്തരം ശിഷ്യന്മാരുടെ നേർക്ക് തിരിഞ്ഞ് അവൻ രഹസ്യമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ
കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവയാണ്. അത് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കാണുന്നവ കാണാൻ അനേകം പ്രവാചകരും രാജാക്കന്മാരും ആഗ്രഹിച്ചു. അതാണ് നമ്മൾ ഹീബ്രൂസ് 11 വായിച്ചത്. ഇവരെല്ലാം ദൈവത്തിന് അംഗീകാരം കിട്ടി. അബ്രാഹത്തിന് അംഗീകാരം കിട്ടി, ഇസാഖിന് അംഗീകാരം കിട്ടി, ആബേലിന് അംഗീകാരം കിട്ടി, നോഹിന് അംഗീകാരം കിട്ടി. ഇവർക്കെല്ലാം അംഗീകാരം കിട്ടി. റാഹാബിന് അംഗീകാരം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ അതിനേക്കാൾ എത്ര കർത്താവ് പറഞ്ഞു സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഈ പഴയ നിയമത്തിലെ ഏറ്റവും വലിയവനേക്കാൾ വലിയവനാണ്. അപ്പം നമ്മൾ പഴയ നിയമത്തിലെ ഏറ്റവും വലിയവനേക്കാൾ ഒരു ഉന്നത പദവി അലങ്കരിക്കുന്നവരാണ് നമ്മൾ. അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഈവൻ ജോൺ ദി ബാപ്റ്റിസ്റ്റ് ആണ് പഴയ നിയമത്തിലെ ഏറ്റവും വലിയവൻ. ഈ ജോൺ ബാപ്റ്റിസ്റ്റിനേക്കാൾ നമുക്ക് വലിയ എക്സാൾട്ടഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ കർത്താവ് തന്നിട്ടുണ്ട്. ഈ ജോൺ ദി ബാപ്റ്റിസ്റ്റിന്റെ ലൈഫ് ടൈമിൽ കർത്താവ് മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റിട്ടില്ല. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ട്രൂത്ത് നമുക്കറിയാവുന്നതിൻ്റെ ഒരു പാർഷ്യലായിട്ടുള്ള പാർട്ട് പോലും ജോൺ ദി ബാപ്റ്റിസ്റ്റ് അറിഞ്ഞിട്ടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ തലമുറകൾ കാത്തിരുന്ന ആ യുഗങ്ങളുടെ പ്രതീക്ഷ വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ളവരാണ് നമ്മൾ ആ വെളിപ്പെടുത്തി കിട്ടിയ ആ യാഥാർത്ഥ്യത്തിന് എത്ര വില കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അറിയാൻ, അതായത് 1,000,000 years കഴിയുമ്പോഴും ഈ ലോകത്തിലെ മനുഷ്യരിൽ നിന്ന് നമ്മളെ വ്യത്യസ്തരാക്കുന്ന ആ യാഥാർത്ഥ്യം കൈകാര്യം ചെയ്യുന്നവരാണ് നമ്മൾ. എന്നിട്ട് നമ്മൾ അതിന് കൊടുക്കേണ്ട വാല്യൂ കൊടുക്കുന്നുണ്ടോ? കർത്താവിനെ കുറിച്ച് അറിയാൻ, കർത്താവിന്റെ ലോകത്തിൽ വന്നൊരു സഭ മണവാട്ടി ഒരുക്കാനാണ്. കർത്താവിൻ്റെ സഭയ്ക്ക് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കുന്നുണ്ട്? അല്ലെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരാൻ നമ്മൾ എത്ര താല്പര്യം എടുക്കുന്നുണ്ട്? ഹെബ്രായ ലേഖനത്തിൽ നമ്മളിതെല്ലാം കാണുന്നത്, ചിലർ ശീലമാക്കിയിരിക്കുന്ന പോലെ കൂടി വരുന്നതിൽ നിങ്ങൾ വീഴ്ച വരുത്തരുത്. അപ്പോൾ ഇതിനകത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളത്. ഇനി അപ്പസ്തലന്മാരോടാണ് ഇത് പറഞ്ഞത്. പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും ഒക്കെ കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞതാ. അവരോട് പറഞ്ഞു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളത്. അപ്പൊ നമുക്ക് ആ ഭാഗ്യമുണ്ടോ? നമുക്ക് ആ ഭാഗ്യമുണ്ടല്ലോ. എൻ്റെ നമ്മൾ കണ്ടില്ലല്ലോ. എന്താ ലിസി, നമുക്ക് ആ ഭാഗ്യമുണ്ടോ? കർത്താവ് പറഞ്ഞു അതിന് ഭാഗ്യമുണ്ടെന്ന്. കണ്ടിട്ട് വിശ്വസിക്കുന്നവർ അതിനേക്കാൾ ഭാഗ്യവാന്മാരാ. തോമസിനോട് കർത്താവ് പറഞ്ഞു, കണ്ടിട്ട് വിശ്വസിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാരാണ് കാണാതെ വിശ്വസിക്കുന്നത്. നമ്മൾ പത്രോസിനേക്കാൾ ഭാഗ്യവാനാണ്, തോമസിനേക്കാൾ ഭാഗ്യവാനാണ്, യാക്കോബിനേക്കാൾ ഭാഗ്യവാനാണ്, യോഹന്നാനേക്കാൾ ഭാഗ്യവാനാണ്, പ്രൊവൈഡഡ് ഇഫ് യു ഹാവ് എ ഫെയ്ത്ത് ഇൻ ദി ലോർഡ്. പത്രോസ് പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലെങ്കിലും. 1 പത്രോസ് 1:8 വായിക്കുമ്പോൾ, കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു, ഇപ്പോൾ അവനെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവനെ വിശ്വസിക്കുകയും അവകാശവും മഹനീയവുമായ ആഹ്ലാദത്തിൽ ആനന്ദിക്കുകയും ചെയ്യും. മതി. If it is true in your life, you are more fortunate than Peter, more fortunate than John, James, എല്ലാവരേക്കാൾ. ഇവിടെ ഈ പത്രോസ് പറഞ്ഞു. കാരണം പത്രോസിന്റെ ഒക്കെ ലൈഫ് ടൈമിൽ പത്രോസ് ഈ ലേഖനം എഴുതുമ്പോൾ ഈ ലേഖനം വായിക്കുന്ന ആൾക്കാരും കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുള്ളവരല്ല പലരും. അപ്പോൾ അവരോടാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ അവനെ കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു. If it is true for you, നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ are you able to tell really I love my Lord? If you are not able to tell it, you are not fortunate. I can tell I love my Lord, no doubt. There may be shortcomings ഉണ്ടായിരിക്കാം. ബട്ട് ഇനി ഞാൻ അടുത്ത ദിവസം ചിന്തിച്ചൊരു കാര്യമാണ്. ഒരാൾ ഈ വിശുദ്ധ സ്ഥലം എന്നൊരു സ്ഥലമില്ല, മീൻസ് ദി സോ കോൾഡ്, അല്ല ജെറുസലേം, ആ സ്ഥലങ്ങളൊക്കെ ജെറുസലേം എന്താ പറയുന്നത്, സീനായി മല, ആ സ്ഥലങ്ങളൊക്കെ, ഗലീല കടൽ ഒക്കെ പോയി ചാവുകടലൊക്കെ കണ്ടിട്ട് വന്ന ഒരാൾ എന്നോട് പറഞ്ഞു, പോയി കഴിയുമ്പോൾ ഒത്തിരി വിശ്വാസം വർദ്ധിക്കാൻ ഇടയായിരുന്നു. ഇഫ് ഇറ്റ് ഈസ് ട്രൂ ഇൻ യുവർ ലൈഫ്, യു ആർ നോട്ട് ഫോർച്ചുനേറ്റ്. ഇപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറയാം, ഞാൻ ഇപ്പോൾ യേശു ക്രിസ്തുവിനെ ആക്ഷരികമായിട്ടൊന്ന് കാണാനിടയായാൽ ഇറ്റ് വിൽ നെവർ ഇൻക്രീസ് മൈ ഫെയ്ത്ത്. ഐ ക്യാൻ വളരെ ഉറപ്പോടെ പറയാൻ പറ്റുന്നൊരു കാര്യം, ഈ കർത്താവിനെ ഒന്ന് കണ്ടാൽ എൻ്റെ വിശ്വാസം ഒട്ടും വർദ്ധിക്കില്ല. അല്ലെങ്കിൽ ഇനി ജെറുസലേമിൽ പോയി ഗാഗുൽത്താ മലയൊന്ന് കണ്ടാൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കില്ല. അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഒരു ജീവിതാനുഭവം ഉണ്ടായി എൻ്റെ നടുവേദന ഒന്ന് സുഖമായാൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കാൻ പോകുന്നില്ല. ഇവിടെ പത്രോസ് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ, അവനെ കാണുന്നില്ലെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നു, നിങ്ങൾ അവനിൽ വിശ്വസിക്കുകയും അവാച്യവും അതായത് പറയാൻ പറ്റാത്ത മഹനീയമായ ഒരു ആഹ്ലാദം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഒന്നും സത്യമല്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ
ഇനി ശരി ഒന്ന് കണ്ടു എൻ്റെ ഇപ്പോൾ എനിക്ക് നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വിശ്വാസം, അല്ലാതെ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഫെയ്ത്ത്. അതായത് യേശുക്രിസ്തു ദൈവപുത്രനാണെന്നും എനിക്ക് വേണ്ടി മരിച്ചെന്നും ഉയർത്തെഴുന്നേറ്റെന്നും ഇനി മടങ്ങി വരുമെന്നും ഈ യേശു കർത്താവ് സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണെന്നും വാഴ്ചകളും അധികാരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കുന്നെന്നും മാലാഖമാരും എല്ലാ അധികാരങ്ങളും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയാണെന്നും ഈ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനുവാദം കൂടാതെ എൻ്റെ തലയിൽ ഒരു തലമുടി നാര് താഴെ വീഴില്ല എന്നുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിശ്വാസം ഇറ്റ് ഈസ് നെവർ ഗോയിങ് ടു ഇൻക്രീസ് ചെയ്യാനില്ല. ഇറ്റ്സ് ലൈക്ക് എ ഗ്ലാസ് ഫിൽഡ് വിത്ത് വാട്ടർ. ഇനി അത് വർദ്ധിക്കില്ല. അറ്റ് ദി സെയിം ടൈം ഇപ്പോൾ എന്താ പറയുന്നത്, നമ്മൾ പ്രാർത്ഥിച്ച് ഇപ്പോൾ അപ്പസ്തലനായ പത്രോസ് ഒരു കറങ്ങി അടിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ മരിച്ചു. അവരെല്ലാം കൂടി പത്രോസിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ ഒരു സഹോദരി മരിച്ചു. പത്രോസ് ചെന്നു മരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ജീവൻ പ്രാപിച്ചു. ദാറ്റ്സ് എ ഡിഫറെൻറ്റ്. ആ ഫെയ്ത്ത് എനിക്കില്ല. നോ. അല്ലെങ്കിൽ പൗലോസ് അവർ കർത്തൃമേശയൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരാൾ ഉറക്കം തൂങ്ങി താഴെ വീണു മരിച്ചു. പൗലോസ് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ ഇടയിൽ ഉറക്കം തൂങ്ങുന്നവർക്ക് മാതൃക ആരാ ടിങ്കു? ആരൊക്കെയുണ്ട്? അതെങ്കിലും അറിയും. ഉറക്കം തൂങ്ങുന്നവർ അറിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ബോസ് ആരാന്ന് അറിഞ്ഞിരിക്കണം. അല്ല, നമ്മുടെ ബോസ് ആരാ? ജോസഫ് തൂത്തിക്കോസ്. അപ്പൊ പൗലോസ് ശരി, ഇപ്പൊ എങ്ങനെയാ വൈദ്യശാസ്ത്രം? ഇപ്പൊ ഒരാളെ കൊണ്ടുവന്നു, അവിടെ ഇവിടെ ഡോക്ടർ കാലയിലൊന്ന് ഒരു പേന വെച്ച് വരച്ചു, അല്ലെങ്കിൽ ഒരു ECG അവിടെ ഇവിടെ പിടിപ്പിച്ചു, പാരലൽ കർവ് കണ്ടു, ശരി ഇനി കൊണ്ടുപോകുമെന്ന് പറയുന്ന പ്രസ്ഥാനം അല്ല ഇത്. പൗലോസിന്റെ തൂത്തിക്കോസിനെ കൊണ്ടുപോയി ECG എടുത്തെങ്കിൽ എന്ത് പറയുമായിരുന്നു? ഈ ഒരു രക്ഷയിലെ കൊണ്ടുപോകാൻ പറയും. നോ, ദാറ്റ്സ് എ ഡിഫറെന്റ് സിസ്റ്റം. നോക്ക്, പൗലോസ് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചു, തൂത്തിക്കോസ് എഴുന്നേറ്റു. ആ ഫെയ്ത്തിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ ഫെയ്ത്ത് എനിക്കില്ല. ഒരാൾ മരിച്ചൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കില്ല. ഇനി ആരും കാണാതിരിക്കുകയാണെങ്കിൽ വലിയ മുറിയിൽ അടച്ചു കിട്ടുവാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളൂ. എന്നാലും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പബ്ലിക്കായിട്ട് മരിച്ചയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഫെയ്ത്ത് എനിക്കില്ല. ഇല്ലാത്ത കാര്യം അക്സെപ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, അഡ്മിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അറ്റ് ദി സെയിം ടൈം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക, ഈ കർത്താവായ യേശു ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണോ? മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റോ? ബൈബിള് ദൈവത്തിൻ്റെ വചനമാണോ? അല്ലെങ്കിൽ കർത്താവിന് മടങ്ങി വരുമോ? കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെയ്ത എല്ലാത്തിൻ്റെയും കണക്ക് കൊടുക്കാൻ ഒരു ദിവസം നിൽക്കും. ഈ കാര്യങ്ങളിലുള്ള എൻ്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള കോൺഫിഡൻസ് നോ ബഡി ക്യാൻ ഇൻക്രീസ്. ഇനി കർത്താവിനോട് ഞാൻ പറഞ്ഞില്ലേ, ആക്ഷരികമായിട്ട് എൻ്റെ അടുത്ത് ഈ പ്രത്യക്ഷപ്പെട്ടാലും നത്തിങ് ഗോയിങ് ടു ഹാപ്പൻ. അതാ ഇവിടെ പത്രോസ് പറയുന്നത്, നിങ്ങൾ അവാച്യവും മഹനീയവുമായ ആഹ്ലാദത്തിൽ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഈ കാര്യത്തിലാണോ നമ്മുടെ ആനന്ദം? അത് വേറെ ഏതെങ്കിലുമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ച പോലെ നമ്മുടെ ആനന്ദം എന്തിലാണോ അത് നമ്മുടെ ഹൃദയത്തിലുള്ള കാര്യത്തിലായിരിക്കും നമ്മുടെ ആനന്ദം വന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ചിന്തിച്ചത് ഹെബ്രായ വിശ്വാസികളെല്ലാം അംഗീകാരം നേടി, പക്ഷേ ഇതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒന്ന് ദൈവം നമുക്ക് വേണ്ടി മാറ്റിവെച്ചു. എന്നിട്ട് ഹീബ്രൂസ് 12 മുഴുവൻ സെറ്റപ്പാർട്ട് ചെയ്തേക്കുന്നതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്താ സെറ്റപ്പാർട്ട് ചെയ്തേക്കുന്നത്? എന്തിനെ കുറിച്ചാണ്? ഹീബ്രൂസ് 12 ഫസ്റ്റ് പാർട്ട് എന്താ ഷാജ? അല്ല, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. എന്താ ദീപു? ഒരു ചാപ്റ്റർ തന്നെ ദൈവത്തിന്റെ വചനത്തിൽ മാറ്റി വെച്ചേക്കുന്നത് എന്തിനെ കുറിച്ച് പഠിപ്പിക്കാനോ? നോ, ഹീബ്രൂസ് 12 ബാലശിക്ഷയെ കുറിച്ചാണ്. ഇപ്പൊ ആലോചിക്കുക, ഒരു സാര ദീപു എന്നോട് പറഞ്ഞ, അതായത് ദൈവം ബാലശിക്ഷ ചെയ്യില്ല എന്ന് പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അല്ലെ, ബാലശിക്ഷ എന്ന് പറയുന്നത് എന്തെങ്കിലും മെന്റൽ പെയിൻ, ഒരു ദുഃഖമൊക്കെ ഉള്ളൂ, അല്ലാതെ ദൈവം ഒരു ബാലശിക്ഷ ചെയ്യില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മ ഒരു ചാപ്റ്റർ സെറ്റപ്പാർട്ട് ചെയ്തിട്ടുണ്ട് ബാലശിക്ഷയെ കുറിച്ച് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ ഹീബ്രൂസ് 12 ബാലശിക്ഷയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യം. ബാലശിക്ഷകളെ കുറിച്ച്, ബാലശിക്ഷ എന്നുള്ള വേർഡ് 1 Corinthians 11 നമ്മൾ വായിക്കുന്നുണ്ട്, ഇല്ലേ? വായിക്കുന്നില്ലേ? ബാലശിക്ഷ എന്തൊക്കെയാണ് ദൈവം കൊടുത്ത ബാലശിക്ഷ? അതായത് രോഗം, ബലഹീനത, മരണം. അത് അവർക്ക് ബാലശിക്ഷ കൊടുത്തതെന്ന് എഴുതിയേക്കുന്നത്. നമുക്കാർക്കും ഇതിനോട് കൂട്ടിച്ചേർക്കാനും കുറയ്ക്കാനും ഒന്നുമില്ല. അപ്പോൾ ഇത് മൈ ക്വസ്റ്റ്യൻ, ഈ ഹീബ്രൂസ് 12 ബാലശിക്ഷയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഈ ബാലശിക്ഷയുടെ ജനറൽ പർപ്പസ് എന്താണെന്ന് ബിനു പറഞ്ഞേക്കുന്നത്? അതായത് ബാലശിക്ഷ കൊടുക്കുന്നതിൻ്റെ, നോക്ക്, നമ്മളിപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കാത്ത കുഞ്ഞിൻ്റെ അടി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കും? ഫിസിക്സ് പഠിക്കാനായിരിക്കില്ലാണോ? എന്തിനു വേണ്ടിയായിരിക്കും? മാത്തമാറ്റിക്സ് പഠിക്കാനായിരിക്കും. അപ്പോൾ ബാലശിക്ഷയുടെ
ഇവിടെ ശിക്ഷ കൊടുക്കുന്ന കാര്യം ബാലശിക്ഷ എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞേക്കുന്നത്? എന്തിനാന്ന് വേണം ബിനു? എക്സാക്ട്ലി 12:10 ഒന്ന് വായിക്കും ബിനു. അവർ തങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കുറച്ചു കാലം നമുക്ക് ശിക്ഷണം നൽകി, അവനോ അവന്റെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ നമ്മുടെ നന്മയ്ക്കായി നമുക്ക് ശിക്ഷണം നൽകി. അതെ, അപ്പൊ ഈ ബാലശിക്ഷയ്ക്കെല്ലാം ഒരേ ഒരു പർപ്പസേ ഉള്ളൂ. എന്തിനാ? അവന്റെ വിശുദ്ധിയിൽ നാം പങ്കുകാരാകാൻ വേണ്ടിയിട്ട്. അപ്പോ 1 കൊരിന്തോസിൽ നമ്മൾ വായിക്കുന്നത്, കാരണം അവർക്ക് തുടർമാനമായിട്ട് ബാലശിക്ഷ കിട്ടി. എന്തിനു വേണ്ടി? വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടി. പക്ഷെ വിശുദ്ധിയിൽ പങ്കുകാരായില്ല. നമ്മളറിയില്ല, ഇപ്പൊ നമ്മൾ ചില പിള്ളേരെ പല മെത്തേഡിൽ ട്രൈ ചെയ്യും ഒരു സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി. പല മെത്തേഡും ട്രൈ ചെയ്തിട്ടും പഠിക്കുന്നില്ല. പിന്നെ ഇനി ആ കുഞ്ഞിനെ ആ കോഴ്സ് പഠിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യും. സെയിം വേ അപ്പോൾ എല്ലാ ബാലശിക്ഷയുടെയും പർപ്പസ് വിശുദ്ധിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ കൊറിന്ത സഭയിലുള്ള ആ നീക്കം ചെയ്യപ്പെട്ട ആൾക്കാരുടെ ലൈഫിൽ ദൈവം മാക്സിമം ട്രൈ ചെയ്തു അവർ വിശുദ്ധിയിൽ ഇമ്പ്രൂവ് ചെയ്തു വരാൻ. ഇവർക്ക് ഇനി വിശുദ്ധിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇനി ഇവർക്ക് ഫർദർ സ്കോപ്പ് ഈ ഭൂമിയിലില്ല. അതായത് ദൈവത്തിൻ്റെ പാഠശാലകൾ പഠിച്ച് അല്ലെങ്കിൽ കൂടുതൽ എന്താ പറയുന്നത് സ്പിരിച്വലായിട്ട് ഇനി അവർക്ക് വളരാനുള്ള ചാൻസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, നമ്മളെല്ലാവരും ഭയത്തോടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, നമുക്കിവിടെ ദൈവം ലൈഫ് തന്നിരിക്കുന്നത് ഓൺലി ഫോർ എ പ്രിപ്പറേഷൻ ഫോർ ദി നെക്സ്റ്റ് ലൈഫ്. നമ്മൾ വിചാരിക്കുന്ന നമ്മൾ വീട് വെച്ചിട്ടില്ല, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഇതെല്ലാം കഴിഞ്ഞായിരുന്നെങ്കിൽ നൗ ഐ ആം റെഡി ടു ഡൈ. നോ, ദൈവം നമുക്ക് ലൈഫ് തരുന്നത് വരാനിരിക്കുന്ന രാജ്യത്ത്, നീതി നിവസിക്കുന്ന ആ രാജ്യത്ത് നമുക്ക് അവിടെ പല റോളുകൾ ദൈവം വിഭാവനം ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്കറിയത്തില്ല എന്തായിരിക്കും, നമ്മൾ ആരായി തീരുമെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? നമ്മൾ ആരായി തീരും ഫ്യൂച്ചർ രാജ്യത്ത്? യോഹന്നാൻ പറയും നാം എന്തായി തീരുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കും അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തായി തീരുമെന്ന് അറിയില്ല. പക്ഷെ ഫ്യൂച്ചർ അസൈൻമെന്റിന് വേണ്ടി ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുക. അതിനകത്ത് അപ്പോൾ ഈ വിശുദ്ധി പ്രാപിക്കാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ക്യാരക്ടറിലേക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈഫാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനകത്ത് ദൈവത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് വളർന്നില്ലെങ്കിലും ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിൽ ദൈവം ലൈഫ് നീട്ടി തന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും. അതായത് ദർ ഈസ് നോ സ്കോപ്പ് ഫോർ ഇംപ്രൂവ്മെന്റ് എന്ന് നമ്മളെക്കുറിച്ച് ദൈവത്തിനൊരു ഒപ്പീനിയൻ എത്തിയാൽ ഭയത്തോടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, നെക്സ്റ്റ് ഡേ യു മേ ഡൈ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അതായത് വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടി, വിശുദ്ധിയിൽ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ബാലശിക്ഷ തരുന്നത്. അതുകൊണ്ട് ഒരു സ്കോപ്പും ഇല്ല എന്നുള്ളൊരു ഒപ്പീനിയനിൽ ദൈവത്തെക്കുറിച്ച് ദൈവം ഒരിക്കലും അങ്ങനെ പറയുന്ന കണ്ടീഷനിൽ നമ്മൾ ആരും എത്തിപ്പെടരുതെന്ന് ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. കാരണം എല്ലാവരും ദീർഘായുസോടെ ഇരുന്ന് കാണണം, ഇറ്റ്സ് മൈ ഡീപ്പ് ഡിസയർ. അപ്പം നമ്മൾ പക്ഷേ ഈ ആത്മീയ സത്യങ്ങൾ നമ്മൾ അറിയാതെ പോയാൽ പറ്റത്തില്ല. ഈ ഹെബ്രായ ലേഖനത്തിൽ പ്രത്യേകം പറഞ്ഞേക്കാണ് അവൻ്റെ വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടിയിട്ട് ദൈവം തുടർമാനമായിട്ട് ബാലശിക്ഷ തന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കോംപ്ലസൻ്റ് ആകരുത്. നമ്മൾ ഈ കണ്ടീഷനിൽ പോയാൽ മതി, ഞാൻ തികഞ്ഞു എന്ന് വിചാരിക്കരുത്. എൻ്റെ ദൈവമേ, സാമുവേൽ പറഞ്ഞ പോലെ എന്നോട് സംസാരിക്കണമേ, എന്നെ ഇനിയും വിശുദ്ധിയിൽ വളർത്തണമേ, എനിക്ക് വളരണം. എത്രത്തോളം വളരണം? ശിഷ്യൻ ഗുരുവിനെ പോലെ ആയാൽ മതി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്യാരക്ടറിലേക്ക് എനിക്ക് വളരണം. കർത്താവ് പാപത്തെ കണ്ട പോലെ, കർത്താവിനെ പീഡിപ്പിച്ചവരെ കർത്താവ് ഫേസ് ചെയ്ത പോലെ എന്നെ ഉപദ്രവിക്കുന്നവരെ എനിക്ക് അതുപോലെ ഉപദ്രവിക്കാൻ പറ്റണം. കർത്താവ് ക്ഷമിച്ചതുപോലെ എനിക്ക് ക്ഷമിക്കാൻ പറ്റണം. കർത്താവ് പണത്തെ കണ്ട പോലെ എനിക്ക് പണത്തെ കാണാൻ പറ്റണം. അല്ലെ കർത്താവിൻ്റെ ക്യാരക്ടറിലേക്ക് അല്പമായിട്ട് എന്നെ വളർത്തണമേ എന്നുള്ളൊരു ഡീപ്പ് ഡിസയർ നമുക്കില്ലെങ്കിൽ നമുക്ക് ഇനി ഒരു സ്കോപ്പ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എന്ന് ദൈവത്തിന് തോന്നുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഒരിക്കലും ആകരുത്. നമ്മൾ ആരും ഒരിടത്തും എത്തിയിട്ടില്ല. ആത്മാവിൽ എന്നും നമ്മൾ ദരിദ്രരായിരിക്കണം. എൻ്റെ ദൈവമേ, എന്നെ ഇനി സ്പിരിച്വലായിട്ട് വളർത്തണമേ. എനിക്ക് ലോകത്തിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും, ലോകത്തിൽ എനിക്ക് ഒന്നും ഇല്ലെങ്കിലും, ലോകത്തിൽ നമ്മളൊരു പാടാറുള്ള പോലെ ലോകത്തിൽ ഞാൻ ദരിദ്രനായി തീർന്നാലും അതൊന്നും ഒരു പ്രശ്നമില്ല. ഇറ്റ്സ് ഗോയിങ് ടു ഫിനിഷ്. അല്പകാലത്തെ ജീവിതം. അറ്റ് ദി സെയിം ടൈം കർത്താവ് നമുക്ക് വിഭാവനം ചെയ്യുന്നത് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ ഇതിൽ നമ്മൾ ചിന്തിച്ചത്, അപ്പോൾ വിശുദ്ധിയിൽ പങ്കുകാരാകാൻ വേണ്ടിയിട്ട് ദൈവം തുടർമാനമായിട്ട് നമ്മുടെ പിന്നെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താ? പിന്നെ അതിനുവേണ്ടി ദൈവത്തിൻ്റെ എല്ലാ സന്ദർശനവും വിശുദ്ധി പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിനാ? വൈ ലോഡ് ഈസ് ഗിവിങ് സോ മച്ച് ഇമ്പോർട്ടൻസ് ടു ഹോളിനെസ്? എന്തുകൊണ്ടാ? കാരണം ഇതാ ദീപ് പറഞ്ഞ കാരണം, വിശുദ്ധി പ്രാപിക്കാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. നോക്ക്, SLC പാസ്സാകാതെ യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റത്തില്ല. സെയിം വേ ഇത് വിശുദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ എസേക്കിയേൽ പ്രവചനം 44 അധ്യായം എടുക്കുമ്പോൾ
അതിൽ എഴുതിയേക്കുന്ന ഈ അതിൻ്റെ 23ാമത്തെ സെൻറ്റൻസിൽ പുരോഹിതനെക്കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു സെൻറ്റൻസിൽ 44 വേഴ്സ് 23 വിശുദ്ധവും അല്ലാത്തവയും തമ്മിലുള്ള വ്യത്യാസം അവർ എന്റെ ജനത്തിൽ പഠിപ്പിക്കണം. ശുദ്ധിയില്ലാത്തവരും ശുദ്ധിയുള്ളവയും തമ്മിലുള്ള വ്യത്യാസം അവർ കാണിച്ചു കൊടുക്കണം. അപ്പൊ അവിടെ പറഞ്ഞേക്കുന്നത് ഈ പൗരോഹിത്യത്തെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം. അപ്പൊ വിശുദ്ധവും അവിശുദ്ധവും തമ്മിൽ എന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ദൈവത്തിന്റെ സഭയിൽ ദേവാലയത്തെ കുറിച്ചുള്ള നിയമം ഇതാണ്. ദേവാലയം അതിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവൻ വിശുദ്ധമാണ്. അപ്പോൾ നമ്മൾ സഭയായിട്ട് കൂടുമ്പോൾ നമ്മൾ എന്നും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് വിശുദ്ധമായിട്ടുള്ളതും അശുദ്ധമായിട്ടുള്ളതും, ദൈവത്തിന് ഇഷ്ടപ്പെട്ടതും ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതും നമ്മൾ എന്നും ചിന്തിച്ചുകൊണ്ടിരുന്നേ പറ്റൂ. കാരണം ഇതാണ് നമ്മുടെ സിലബസ്, ഇതാണ് നമുക്ക് എത്തിപ്പെടേണ്ട ഡിഗ്രി ഇതാണ്. അതായത് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണത്തില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി അശുദ്ധി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചെറിയൊരു സ്പർശനം ഇല്ലാത്ത ആരും ഇവിടെ ഇരിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് നമുക്ക് വേണ്ടാന്ന് പറയുന്ന കാര്യം വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ ജഡം ഇത് ജഡികമാണ് ദൈവത്തിന് നിരക്കാത്തതാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ സ്പിരിച്വൽ സെൻസിറ്റിവിറ്റി ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് ഓർക്കുന്നു. ഉള്ളവന് വീണ്ടും കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. നമ്മൾ വിശുദ്ധിയിൽ വർദ്ധിക്കും തോറും ദൈവം നമ്മളെ ഹയർ ലെവലിലേക്ക് വളർത്തിക്കൊണ്ടുവരും. ഇത് മതിയെന്ന് വിചാരിച്ചിരുന്ന ഒരു കണ്ടീഷനിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എന്നാൽ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ലാത്ത ഒന്നും എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട കാര്യമല്ല, അത് അൺപ്രോഫിറ്റബിൾ ആണ് എന്ന് ചിന്തിച്ച് ഇപ്പം നമ്മളെല്ലാം എല്ലാ ടൈപ്പ് കാര്യങ്ങളും ചെയ്യുന്നവരാ. മീൻസ് കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യില്ല, എന്നാൽ കർത്താവ് ന്യൂട്രലായിട്ടുള്ള കാര്യങ്ങൾ ഒത്തിരി ചെയ്യുന്നവരാണ് നമ്മൾ. ഗുണമില്ല ദൂഷ്യമില്ല. എന്നാൽ നമ്മൾ ലൈഫ് സാങ്ക്ടിഫൈ ചെയ്യും തോറും അല്ലെ സെറ്റപ്പാർട്ട് ചെയ്ത് മുമ്പോട്ട് പോയി ഇപ്പം നമ്മൾ രണ്ടും ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ കർത്താവിന് ഈ ന്യൂട്രൽ കാര്യങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് കർത്താവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ ടൈം, നമ്മുടെ എനർജി, നമ്മുടെ സമ്പത്ത് എല്ലാം അങ്ങ് മാറ്റും തോറും നമ്മുടെ വിശുദ്ധി വളർന്നുകൊണ്ടിരിക്കും. അപ്പോൾ കാരണം ദേവാലയത്തെക്കുറിച്ചുള്ള പ്രമാണം എന്ന് പറയുന്നത് ദേവാലയം അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ മുഴുവൻ വിശുദ്ധമാണ്. പത്രോസ് എഴുതി, ഞാൻ വിശുദ്ധനായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളും വിശുദ്ധനായിരിക്കണമെന്ന് പറഞ്ഞവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ ജീവിതകാലം മുഴുവൻ ഭയത്തോടും വിറയലോടും കൂടി വ്യാപരിക്കുക. അപ്പോൾ വിശുദ്ധി പ്രാപിക്കാതെ ദൈവത്തെ, അപ്പം നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ നോട്ടത്തിൽ, നമ്മുടെ ഇരിപ്പിൽ, കിടപ്പിൽ, നടപ്പിൽ. തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞു, 1 തിമോത്തി 4:12 വായിക്കുമ്പോൾ വായിക്കോ? അതിപ്പോൾ ചെറുപ്പമാണേലും വലുതാണേലും അതായത് സ്പിരിച്വലി അവഗണിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഇനി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വേണം. ചെറുപ്പമാണെന്നുകൊണ്ട് ചെറുപ്പക്കാർ എസ്പെഷ്യലി, കാരണം ചെറുപ്പക്കാരെ അംഗീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് വിശ്വാസ കോളത്തിൽ ചെറുപ്പക്കാരെ അംഗീകരിക്കപ്പെടണമെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അപ്പൊ ചെറുപ്പമാണെന്ന കാര്യത്താൽ വായിച്ചു സംസാരത്തിലും പെരുമാറ്റത്തിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വിശുദ്ധിയിലും വിശ്വാസികൾക്ക് ഒരു മാതൃകയായിരിക്കും. അതെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്ക്, നമ്മൾ സ്പിരിച്വലി അക്സെപ്റ്റഡ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ സുവിശേഷം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അബ്സല്യൂട്ട്ലി നോ വാല്യൂ. ഇല്ല, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് നല്ലൊരു ഒപ്പീനിയൻ കേൾക്കുന്ന ആൾക്കില്ലെങ്കിൽ നമ്മുടെ സുവിശേഷം ആരും കേൾക്കില്ല. കേൾക്കുമോ? അല്ല, നിങ്ങൾ പറ, കേൾക്കുമോ? ദീപു, ഇപ്പൊ ദീപുവിന്റെ ക്രിസ്ത്യൻ ലൈഫിനെ കുറിച്ച് ഒരു അപ്രീസിയേഷനും ഒരു അക്സെപ്റ്റൻസും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്ന് മാനസാന്തരപ്പെടണമെന്ന് പറയും, നോ, അതിന് വേസ്റ്റ് പേപ്പറിന്റെ വില പോലും കേൾക്കുന്നവൻ കൽപ്പിക്കില്ല. അതാ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത്. അപ്പോൾ നമ്മൾ, ഇഫ് യു ആർ നോട്ട് അക്സെപ്റ്റഡ് ആസ് എ ഗുഡ് ക്രിസ്ത്യൻ, ഇറ്റ് ഈസ് എ വേസ്റ്റേജ് ഓഫ് ടൈം ഇൻ ടെല്ലിങ് ദി ഗോസ്പിൾ ടു അതേഴ്സ്. അതാ തിമോത്തിയോസിനോട് പോൾ ഇവിടെ പറയുന്ന കാര്യം. അത് നീ ചെറുപ്പമാണ്, അതുകൊണ്ട് നിന്നെ പ്രായം കൂടിയവരോടും എല്ലാം ഉപദേശിക്കാനായിട്ട് ഫലമേൽപ്പിക്കുകയാണ് തിമോത്തിയോസിനെ. അപ്പോൾ തിമോത്തിയോസിനോട് പറയുകയാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നോട് ചിന്തിച്ച് വയ്ക്കുക. അപ്പോൾ വിശുദ്ധി വളരണമെങ്കിൽ പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് എല്ലാം ഈക്വലി അല്ലെങ്കിൽ മോർ ഇമ്പോർട്ടൻ്റാണ്. എന്തൊക്കെയാ? നമ്പർ 1 ആ എഴുതിയേക്കുന്ന കാരണം നമ്മൾ ദൈവപ്രമാണം പഠിക്കുന്ന പോലെ തന്നെ 1-ാം പ്രമാണം 2-ാം പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ അതിന്റെ ഓർഡറിനും ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട് തീർച്ചയായിട്ടും. 1 സംസാരം. നോക്ക്, ചില ആൾക്കാർ, ഈ ചില ക്രിസ്ത്യ സഭകൾ സിനിമ പോലെയാ. ഇപ്പം എങ്ങനെ സിനിമയിൽ എന്തൊക്കെയുണ്ട്? നമുക്ക് എല്ലാവരും സിനിമ കണ്ടിട്ടുള്ള ഒരാളും, ഒരു ഹീറോ ഉണ്ട്, ഒരു ഹീറോയിൻ ഉണ്ട്, പിന്നെ ആരുണ്ട്? വില്ലനുണ്ട്, ഒരു കൊമേഡിയൻ കാണും.
പല ആൾക്കാരും പെർപെച്വൽ കൊമേഡിയൻസാണ്. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ പറയുകയാണ്, പ്രായപൂർത്തിയായവർ സംസാരത്തിൽ ഘനഗംഭീരമുള്ളവരായിരിക്കണം. അതുകൊണ്ട് ഇരുമ്പോ വിലക്കാന്നൊക്കെ പറയണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഘനഗംഭീരം എന്ന് പറഞ്ഞാൽ മീൻസ് ദേ ഹാവ് ടു ബി സീരിയസ് ഇൻ ദെയർ ടോക്കിങ്സ്. അതുകൊണ്ട് തമാശ പറയരുതെന്നല്ല. ബട്ട് ഇഫ് ദേ ആർ പെർപെച്വൽ ജോക്കേഴ്സ് ആയാലോ, അപ്പൊ ഈ പറയുന്ന ഇനി സുവിശേഷം പറയുമ്പോഴും കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? നോക്ക്, ജോബിന്റെ അല്ല, ലോത്തിന്റെ പെമ്മക്കള് കല്യാണം കഴിക്കാനിരുന്നവരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ലോത്ത് പറഞ്ഞു, നോക്കൂ ലോകം അവസാനിക്കാൻ പോവാണ്, അല്ലെങ്കിൽ ലോകമല്ല, നിങ്ങൾ ഇവിടെ സോദോം ഗൊമോറ എല്ലാം കൂടെ തീടാൻ പോവാ, ദൈവം ഉള്ള നേരത്തെ രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. അപ്പൊ ലോത്തിന്റെ വേറെ ഫർദർ ക്യാരക്ടേഴ്സിനെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഈ കേട്ട ഈ രണ്ടുപേർക്കും തോന്നിയ എന്താ തമാശ, ഈ ലോത്ത് എന്താ എങ്ങനെയായിരുന്നു എനിക്കറിയത്തില്ല. ബട്ട് ഇത് ട്രൂ ആയിരിക്കും. എപ്പോഴും പെർപെച്വൽ ജോക്കേഴ്സ് ആണെങ്കിൽ ഇനി സുവിശേഷം പറയുമ്പോൾ എന്ത് വിചാരിക്കും? ഇത് വെറും തമാശ എന്ന് വിചാരിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് തിമോത്തിയോസ് നമ്പർ 1, അതായത് നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്പർ 1 സംസാരം കറക്റ്റ് ആയിരിക്കും. വിശുദ്ധിയിൽ വളരുന്നതിൻ്റെ കാരണം സംസാരം കറക്റ്റ് ആക്കാൻ മനുഷ്യനെ കൊണ്ട് പറ്റില്ല. പറ്റുമോ? സംസാരം ശരിയാക്കാൻ പറ്റുമോ? ഷാജ, തമിഴിലെ സംസാരം അല്ല ഞാൻ പറഞ്ഞേ. ടിങ്കു, സംസാരം ശരിയല്ല എന്ന് പറഞ്ഞാൽ എന്താ തമിഴില്? അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ടിങ്കു, സംസാരം ശരിയാണോ? സംസാരം ശരിയായിട്ടുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ സംസാരത്തിലും അല്ലെ സംസാരം ശരിയാക്കാൻ പറ്റും. മനുഷ്യനെ ശരിയാക്കാൻ പറ്റുമോ സംസാരം? എന്താ പറയുക ദീപു? അല്ല, വാട്ട് ബൈബിൾ സേസ്. യാക്കോബ് 3-ാം അധ്യായത്തില് എട്ടാം സെന്റൻസ് വായിച്ചു. അതെ, 8-ാം സെന്റൻസ് 3:8 ഒന്ന് വായിച്ചു. നാവിനെ മരിക്കാൻ ഒരു മനുഷ്യൻ സാധ്യമല്ല. Yes, Bible. If Holy Spirit is telling, don't tell the opposite. Bible says, നാവിനെ മരിക്കാൻ ഒരു മനുഷ്യനും സാധ്യമല്ല. അതിന്റെ അർത്ഥം എന്താ? അപ്പൊ എല്ലാവരും തോന്നിയ പോലെ സംസാരിക്കുന്നവരായിരിക്കും എന്നാണോ? അങ്ങനെയല്ല. നാവെന്ന് പറയുന്നത് വേറെ ഒരു നിർജീവ വസ്തുവാണ്. മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് ഇറ്റ് ഈസ് ലൈക്ക് എന്താ പറയുന്നത്, ഒരു CD പ്ലെയർ പോലെയാണ്. CD പ്ലെയറിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പ്ലേ ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? CD-യിലുള്ള കാര്യങ്ങൾ CD പ്ലെയർ പ്ലേ ചെയ്യത്തുള്ളൂ. അപ്പൊ നാവിനെ മെരുക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല. മെരുക്കേണ്ടത് ഹൃദയത്തെയാണ്. അപ്പോൾ നമ്മുടെ നാവിനെ നമുക്ക് ശരിയാകുന്നില്ലെങ്കിൽ നാവിന് ഇഞ്ഞി തുടങ്ങി ഞാൻ വളരെ സൂക്ഷ്മതയോടെ സംസാരിക്കുന്നു, തീരുമാനം എടുക്കുന്ന ഇസ് വെൽ ആൻഡ് ഗുഡ്. ആ തീരുമാനം ഹൃദയത്തിൽ നിന്നാണെങ്കിൽ പതുക്കെ നാവിന് വ്യത്യാസം വന്നു കൊടുക്കും, അല്ലെങ്കിൽ വീണ്ടും വേണ്ടാത്ത സ്ലിപ്പ് ഓഫ് ടങ് വന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സുവിശേഷം പറയാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ കർത്താവിനെ മറ്റുള്ളവർ അംഗീകരിക്കണമെങ്കിൽ ആദ്യം ഇവിടെ തിമോത്തിയോസിനോട് പറഞ്ഞ കാര്യം. കാരണം അത് ദൈവത്തിൻ്റെ വചനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ അസാധ്യം എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ദൈവകൃപയെ മാത്രമേ സാധിക്കൂ, ദൈവത്തിൻ്റെ കൃപയാലേ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ മനുഷ്യന് പറ്റുമോ? ഇല്ല. നമ്മുടെ കേരളത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യന് നന്നാകാൻ പറ്റുമോ? കർത്താവായ യേശു ക്രിസ്തുവിനെ കൂടാതെ മനുഷ്യന് നന്നാകാൻ പറ്റുമോ? ഇറ്റ് ഈസ് ഇംപോസിബിൾ. അതായത് മനുഷ്യനിൽ ഒരു നന്മയും ഇല്ല. കർത്താവ് ടു ദി എക്സ്റ്റെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കൊണ്ട് അത്രയും നമ്മൾ നല്ലതായിരിക്കും. ഒരാൾക്ക് നല്ല ഭർത്താവാകാൻ പറ്റത്തില്ല. എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നോ അത്രത്തോളം നല്ല ഭർത്താവാകാൻ പറ്റും. ആർക്കും നല്ല ഭാര്യയാകാൻ പറ്റത്തില്ല. എത്രത്തോളം കർത്താവിനെ സ്നേഹിക്കുന്നു അത്രത്തോളം നല്ല ഭാര്യയാകാൻ പറ്റും. ആരും നല്ലതില്ല. എത്രത്തോളം കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം മാത്രമേ ഒരു മനുഷ്യനിൽ നന്മ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ മനുഷ്യനിൽ നന്മ ഇല്ല. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ദി മോർ യു ആർ ലവിങ് ദി ലോർഡ് യു വിൽ ബി ഗുഡ്. കർത്താവിന് ഇത് സൂര്യനും ചന്ദ്രനും പോലെയാണ്. സൂര്യന് പ്രകാശം തരാൻ പറ്റും, പക്ഷെ ചന്ദ്രന് പ്രകാശം തരാൻ പറ്റത്തില്ല. ചന്ദ്രൻ്റെ പ്രകാശം റിഫ്ലക്റ്റഡ് ലൈറ്റാണ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നന്മ എന്ന് പറയുന്നത് കർത്താവുമായിട്ട് എത്രത്തോളം അടുത്തിരിക്കുന്നോ അത്രത്തോളം നമ്മൾ നല്ലതായിരിക്കും. നമ്മുടെ സംസാരം നല്ലതായിരിക്കും, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാർ വന്ന് എപ്പോഴാണ് പോകണമെന്ന് നമ്മൾ നോക്കിയിരിക്കും. നമ്മൾക്ക് എല്ലാം ജീവിതാനുഭവങ്ങളുള്ളൂ. അപ്പം നമ്മുടെ വീട്ടിലൊരാൾ വന്നാൽ പോകാൻ പറയാൻ പറ്റത്തില്ല. അപ്പോൾ പോയാലും നീ ഫ്രീ ആയിരുന്നു വിചാരിക്കും. അതേസമയം ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ നമ്മൾ പോകുന്നതിന് ആൾക്കാർ ദുഃഖമായിരിക്കും, ഇൻവോളണ്ടറി ആയിട്ട്. കാരണം നമ്മുടെ സാന്നിധ്യം അബ്രാഹത്തോട് പറഞ്ഞു, നീ
ചെല്ലുന്നിടെല്ലാം അനുഗ്രഹിക്കപ്പെടും. നീ ഒരു അനുഗ്രഹമായി തീരും. അപ്പം നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാഹകരാകേണ്ടത് ദൈവ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിരിക്കും. നമ്മൾ താമസിക്കുന്ന ഭവനം അനുഗ്രഹിക്കപ്പെടും, നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ അനുഗ്രഹത്തിൻ്റെ വാഹകരായിരിക്കും കർത്താവുമായിട്ട് നമുക്ക് റൈറ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ തിമോത്തിയോസിനോട് പറഞ്ഞു, ഒന്ന് സംസാരം, രണ്ടെന്താ പെരുമാറ്റം. പറയില്ലേ ചില ആൾക്കാരെ കുറിച്ച് പറയുന്നത് നല്ല പെരുമാറ്റം കേട്ടോ, പറയുന്നത് കേട്ടോ, സാക്ഷ്യം പറയാറില്ലേ ലോകത്തിൽ, നല്ല പെരുമാറ്റം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് സുവിശേഷം പറയാനുള്ള യോഗ്യത ഞാൻ ഈ പറയുന്നത്. നമ്മുടെ സുവിശേഷത്തെ ലോകം അംഗീകരിക്കണമെങ്കിൽ ഒന്ന് സംസാരം, രണ്ട് നല്ല പെരുമാറ്റം, മൂന്നെന്താ സ്നേഹം. നോക്ക്, സ്നേഹം നമുക്ക് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള ലവ് നമ്മളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇത് ഹൃദയത്തിൽ നിന്നാണെങ്കിൽ ആ സ്നേഹം അത് റിക്കഗ്നൈസ്ഡ് ആവും. ആ ഹൃദയത്തിൽ നല്ല ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്നേഹം കൊടുക്കണമെങ്കിൽ നമ്പർ 1 ക്വാളിറ്റി എന്തായിരിക്കണം? കർത്താവിനോട് സ്നേഹം പറഞ്ഞ അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഇല്ലെന്ന് ഇപ്പൊ ആരോടും ചോദിച്ചാൽ കർത്താവിനോട് സ്നേഹം ഇല്ലെന്ന് ആരെങ്കിലും പറയാം. അതായത് ഇവിടെ തിമോത്തിയോസിനോട് പറയുന്ന സ്നേഹം നമുക്ക് അതായത് ക്രിസ്തീയ സ്നേഹം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെങ്കിൽ നമ്പർ 1 നമുക്ക് എന്ത് ക്വാളിറ്റി ഉണ്ടായിരിക്കണം? ത്യാഗം. ഇല്ല സ്നേഹം അതല്ലേ യാക്കോബ് എഴുതി, പത്രോസ് എഴുതി, ഇവരൊക്കെ എഴുതി നിങ്ങളുടെ സ്നേഹം. ഒന്ന് 1 ജോൺ 3 ഒന്ന് എടുത്ത് നോക്കി. verse 17-18 വായിക്കുമ്പോൾ അല്ല 18 വായിച്ചാൽ മതി. അതെ, ഈ വാക്കിലൂടെയുള്ള സ്നേഹം എല്ലാവർക്കും ഉണ്ട്, അതില്ലാത്ത ആരുമില്ല. ഭയങ്കര സ്നേഹം കാണിക്കും. പക്ഷെ പ്രവൃത്തിയിലും സത്യത്തിലും സ്നേഹിക്കണമെങ്കിൽ ത്യാഗം വേണം. നമ്മുടെ കംഫർട്ട് ത്യജിക്കാൻ തയ്യാറില്ലാത്ത ആൾക്കാർക്ക് സ്നേഹിക്കാനേ പറ്റത്തില്ല. അത് ഈ മറ്റേ സ്നേഹമായിരിക്കും. ഇപ്പൊ പറഞ്ഞാൽ വാക്കിലും എന്താ പറയുന്നത്, വാക്കുകൊണ്ട് സംസാരം കൊണ്ട് സംസാരിക്കാൻ എല്ലാവരും ലോകത്തിലും മിടുക്കരായിരിക്കും. പക്ഷെ കർത്താവ് പറഞ്ഞേക്കുന്നത്, തിമോത്തിയോസിനോട് പോൾ പറഞ്ഞേക്കുന്ന സ്നേഹം സ്നേഹിക്കണമെങ്കിൽ കഷ്ടം സഹിക്കണം, ത്യാഗം സഹിക്കണം. നമ്മുടെ സമ്പാദ്യം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്നിരിക്കും, നമ്മുടെ കംഫർട്ട് നഷ്ടപ്പെട്ടെന്നിരിക്കും, നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടെന്നിരിക്കും, നമ്മുടെ ഭക്ഷണം നഷ്ടപ്പെട്ടെന്നിരിക്കും. അതായത് ഇഫ് യു ആർ നോട്ട് വില്ലിങ് ടു സഫർ, അല്ലെങ്കിൽ ത്യാഗം സഹിക്കാൻ തയ്യാറില്ലെങ്കിൽ ഈ തിമോത്തിയോസിനോട് പൗലോസ് പറഞ്ഞ സ്നേഹത്തിൽ ഒരിക്കലും എത്തിപ്പെടാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ വില്ലിങ് ആണെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി 1 മൈൽ ആവശ്യപ്പെടുന്നവരോടുകൂടി 2 മൈൽ പോകാൻ സന്നദ്ധരാണെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ സമ്പാദ്യം ത്യജിക്കാൻ തയ്യാറാണെങ്കിൽ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ വരുമാനം വിട്ടുപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളിൽ ഈ തിമോത്തിയോസിനോട് പറഞ്ഞ സ്നേഹം ഉണ്ടാകും. ആ സ്നേഹം നമ്മുടെ കയ്യിലില്ലെങ്കിൽ സുവിശേഷം 0, നോ വാല്യൂ, നോ ബഡി വിൽ അക്സെപ്റ്റ്. അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? സ്നേഹം, വിശ്വാസം. നമ്മുടെ വിശ്വാസം ഈ ആദ്യം പറഞ്ഞ പോലെ തന്നെ അത് നമ്മുടെ സംസാരത്തിൽ വെളിപ്പെടും. നമ്മൾ ഈ ദൈവത്താൽ എനിക്കിത് സാധ്യം, അല്ലെങ്കിൽ ലോകം എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്, പക്ഷെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഇത് ചെയ്യും. ഫ്യൂച്ചറിനെ കുറിച്ച് നോ ടെൻഷൻ, കാരണം ഞാൻ വിശ്വസിച്ചിരിക്കുന്ന ദൈവം, എൻ്റെ ദൈവത്താൽ എനിക്കിത് സാധ്യം. ഞാൻ മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുന്ന, എൻ്റെ ജീവിതത്തിൽ തിന്മ വരില്ല, നന്മയെ വരൂ. ദാറ്റ് ഈസ് യുവർ ഫെയ്ത്ത്. പ്രോവേർബ്സ് 13 verse 21 വായിക്കുമ്പോൾ അതെ, ഞാൻ ഭാഗ്യക്കാരനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ എൻ്റെ കർത്താവിന് എൻ്റെ ജീവിതത്തിൽ 1 സ്ഥാനം കൊടുക്കുന്നു. ഇഫ് യു ആർ ട്രൂലി, നമുക്ക് ഷോർട്ട് കമ്മിങ്സ് ഉണ്ടാകും, ദാറ്റ്സ് എ ഡിഫറെന്റ് കേസ്. അതുകൊണ്ട് പെർഫെക്റ്റ് ആണെന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ബട്ട് ഐ ഗീവ് ഫസ്റ്റ് പ്ലേസ്, നമ്പർ 1 പ്രയോറിറ്റി ടു മൈ ലോർഡ്. സോ ഭാഗ്യക്കേട് എൻ്റെ പട്ടികയിൽ എഴുതി ചേർത്തേക്കുന്ന കാര്യങ്ങളല്ല. നോ, അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഐശ്വര്യത്തിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഭാഗ്യക്കേട് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അത് പാപികൾക്കായിട്ട് വെച്ചേക്കുന്ന ദൈവമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിൽ ഇവിടെ പറഞ്ഞേക്കുന്ന വിശ്വാസത്തിൽ ഞാനൊരു മാതൃക അല്ലെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോഴത്തെ കാലത്ത് രാവിലെ പോയാൽ വൈകുന്നേരം തിരികെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയൊക്കെയാണ് ലോകത്തിലെ സാധാരണക്കാർ സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിൽ എൻ്റെ സുവിശേഷത്തിന് എന്താ വില? പിന്നെ ദൈവത്തെ സേവിച്ചിട്ട് എന്താ കാര്യം? പിന്നെ ദൈവത്തെ സേവിക്കാതിരിക്കുമല്ലേ നല്ലത്. ദൈവത്തെ സേവിക്കുന്നവന് സേവിക്കാത്തവന് ഒരു ഗതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ
ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു സെർവ് ദി ലോർഡ്. കുറേകൂടെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ മലാക്കി പ്രവചനം എടുക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ മലാക്കി 3 മലാക്കി 3 വേഴ്സ് അതില് രണ്ട് ടൈപ്പ് ആൾക്കാരെ കുറിച്ച് എഴുതിയത്, 2 രീതിയിലുള്ള സംസാരം. അതിന്റെ 15 തുടങ്ങി വായിക്കുമ്പോൾ അല്ല, അതിന്റെ 13 തുടങ്ങി വായിക്കും. 3:13 തുടങ്ങി വായിക്കുമ്പോൾ എതിരായുള്ള നിങ്ങളുടെ വാക്കുകൾ കഠിനങ്ങളാണ് എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. എന്നിട്ടും എങ്ങനെയാണ് ഞങ്ങൾ നിനക്കെതിരെ സംസാരിച്ചത് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അതെ, നിനക്കെതിരെ ഞങ്ങൾ എങ്ങനെയാണ് സംസാരിച്ചത് എന്ന് പലർക്കും ഐഡിയ കിട്ടത്തില്ല. പക്ഷെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി, ദൈവത്തിനെതിരെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് നിഷ്ഫലമാണ്, അവന്റെ കൽപ്പന പാലിക്കുന്നത് കൊണ്ടോ വിലാപം ആചരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ കർത്താവിന്റെ മുൻപിൽ വ്യാപരിക്കുന്നത് കൊണ്ടോ എന്ത് പ്രയോജനം? ഇനി അഹങ്കാരിയെ അനുഗ്രഹീതൻ എന്ന് ഞങ്ങൾ കരുതും, ദുർവൃത്ത് ഐശ്വര്യം പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. അതെ, ഇപ്പൊ നമ്മൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അവര് ദൈവത്തെ ഒന്നും വിളിക്കുന്നില്ല, അവർക്കൊരു കുഴപ്പമില്ല. നോ, ദൈവത്തെ വിളിക്കാത്തവന് കുഴപ്പം ഉണ്ട് എന്നാണ് ദൈവത്തെ വിശ്വസിക്കുന്നവൻ പറയേണ്ടത്. ദൈവത്തെ വിളിക്കാത്തവന്റെ ഐശ്വര്യം ടെമ്പററി, വഴുവിഴക്കുന്ന നിലത്താണ്, വഴുവഴുക്കുന്നിടത്താണ് നിൽക്കുന്നത്. ഇന്ന് കാണുന്നവനെ നാളെ കാണത്തില്ല. ഇന്ന് ഐശ്വര്യമായിട്ട് നിൽക്കുന്നവൻ മറ്റന്നാൾ കാണത്തില്ല. അവന്റെ സന്താന പരമ്പരകൾ ഐശ്വര്യം പ്രാപിക്കില്ല. യഹോവയെ സേവിച്ച് അവന്റെ കൽപ്പനകളിൽ വ്യാപരിക്കുന്നവൻ ഭാഗ്യവാൻ, അവന്റെ സന്തതി ദേശത്ത് കരുത്തരാകും. എന്നാൽ ഇവര് പറഞ്ഞു ദൈവത്തെ സേവിക്കുന്നത് കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ദൈവത്തെ സേവിക്കാത്തവർക്ക് എന്താ കുഴപ്പം? അവർക്ക് എന്താ കുഴപ്പം? ഇപ്പൊ ദൈവത്തെ സേവിക്കാത്ത എത്രയോ പേര് ഐശ്വര്യമായിട്ട് ജീവിക്കുന്നുണ്ട്. നമ്മളും ഇങ്ങനെ സംസാരിക്കുന്ന ഒരു വ്യക്തിയെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങൾ ദൈവത്തിനെതിരെ സംസാരിക്കുന്നു. ദൈവത്തെ സേവിക്കുന്നത് നിഷ്ഫലമാണ്. അവന്റെ ഇനിയിപ്പോ ദൈവത്തെ അനുസരിക്കുന്നവരുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നത്? ദൈവത്തെ ഈ സ്നാനപ്പെട്ടവർ അങ്ങനെയാണ്, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവർ ഇങ്ങനെയാണ്, അവരങ്ങനെ ആയിക്കോട്ടെ. ബട്ട് യു ബി ഡിഫറെന്റ്. അതിനാ ദൈവം വിളിച്ചേക്കുന്നത്. അല്ല, സ്നാനപ്പെട്ടവർ എങ്ങനെ ആയിക്കോട്ടെ, വേറെല്ലാം വിഷം കഴിച്ചാൽ നമ്മൾ ചാവില്ല. നോ. അപ്പൊ ഇങ്ങനെ സംസാരിച്ച്, അല്ലെങ്കിൽ വീണ്ടും പറയുന്നു ദുർവൃത്തർ ഐശ്വര്യം പ്രാപിക്കുന്നു എന്ന് മാത്രമല്ല ദൈവത്തെ പരീക്ഷിക്കുമ്പോൾ അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ ദൈവത്തെ സേവിക്കാത്തവരും രക്ഷപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നെങ്കിൽ ഞാൻ ദൈവത്തിനെതിരെ സംസാരിക്കുന്നു. ഞാൻ പറയേണ്ടത് ദൈവത്തെ സേവിക്കാത്തവന് ഗതിയില്ല. കർത്താവായ യേശു ക്രിസ്തുവിന് ജീവിതം കൊടുക്കാത്തവൻ ശാപത്തിന്റെ അടിയിലാണ്. കർത്താവായ യേശുവിനെ സ്നേഹിക്കാത്തവൻ ശാപഗ്രസ്തനാണ്. കർത്താവായ യേശു ക്രിസ്തു ഇല്ലാത്ത ജീവിതം ശൂന്യമാണ്. ഇങ്ങനെ പറഞ്ഞാൽ എന്നിട്ട് വീണ്ടും 16 തുടങ്ങി വായിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ സംസാരവും ദൈവത്തെ ഭയപ്പെടാത്തവന്റെ സംസാരവും, ഇവിടെ ദൈവത്തെ ഭയപ്പെടുന്നവൻ എന്ത് സംസാരിച്ചെന്ന് എഴുതിയിട്ടില്ല. നാച്ചുറലി വാട്ട് വി ക്യാൻ കൺക്ലൂഡ്, എന്ത് കൺക്ലൂഡ് ചെയ്യാം? അല്ല, ഈ ദൈവത്തെ ഭയപ്പെടാത്തവർ സംസാരിച്ചതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ദൈവത്തെ ഭയപ്പെടുന്നവർ സംസാരിച്ചത്. അതായത് ദൈവത്തെ സേവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം. ഈ ലോകത്തിൽ സമ്പത്തുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഐശ്വര്യത്തിന് ഒരു വിലയുമില്ല. 100 വർഷം കഴിയുമ്പോൾ ഈ ഐശ്വര്യം കൂടെ കാണത്തില്ല. ദൈവമില്ലാത്ത ജീവിതം ഇത് ശൂന്യമാണ്. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവരുടെ വായിൽ നിന്ന് വരേണ്ട കാര്യങ്ങൾ ഇത്. കർത്താവില്ലാത്ത ജീവിതം വർത്ത്ലെസ്, അല്ലെങ്കിൽ കർത്താവില്ലാത്ത ജീവിതത്തിൽ എന്ത് ഐശ്വര്യം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. കാരണം വാട്ട് ഈസ് പ്രിപ്പയർഡ് ഫോർ ദം ഈസ് എറ്റേണൽ ലേക്ക് ഓഫ് ഫയർ. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്നവര്, അപ്പൊ അത് ദൈവം സശ്രദ്ധം കേട്ടു എന്ന് എഴുതിയേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ദൈവം ഒരു കൊച്ചു പുസ്തകം എഴുതി. കൊച്ചു പുസ്തകം അല്ലെങ്കിൽ അതിന് അനുസ്മരണ ഗ്രന്ഥം എഴുതിയേക്കുന്നത്. നമ്മൾ കണ്ടിട്ടില്ലേ, പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചില ആൾക്കാർ ഉള്ളം കയ്യിൽ എഴുതി വെക്കും ഇല്ലേ? ചില ഫോൺ നമ്പർ കിട്ടുമ്പോൾ പെട്ടെന്ന് എഴുതി വെക്കും. നമ്മൾ അകത്ത് എഴുതും, ഇവിടുത്തെ കാർ പുറത്ത് എഴുതും. എങ്ങനെയാട്ടെ എഴുതും. എന്നിട്ട് ഇവിടെ അടിയോട് വായിക്കുമ്പോൾ കർത്താവ് അവരെ സശ്രദ്ധം കേട്ടു, തുടർന്ന് കർത്താവിനെ ഭയപ്പെടുകയും അവന്റെ നാമം ധ്യാനിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് അവന്റെ മുമ്പാകെ ഒരു അനുസ്മരണ ഗ്രന്ഥം എഴുതപ്പെട്ടു. അപ്പൊ ഈ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ട്, ഒത്തിരി പേരുണ്ട്. ഈ കൂടാതെ ഒരു കുഞ്ഞൊരു സെപ്പറേറ്റ് ഒരു കൊച്ചു ബുക്ക് കർത്താവിന്റെ കയ്യിലുണ്ട്, പോക്കറ്റിലിട്ടേക്കുന്ന ഒരു ബുക്ക്. അവരുടെ ക്വാളിറ്റി എന്താ? അവരുടെ സംസാരം സസത്വം കേട്ടിട്ട് കർത്താവിന്റെ കയ്യിലൊരു കുഞ്ഞു പുസ്തകമുണ്ട്. ട്രൈ ടു ബിക്കം എ മെമ്പർ. അല്ലെങ്കിൽ ആ പുസ്തകത്തിലൊന്ന് പേരെഴുതപ്പെടണമെങ്കിൽ അവരുടെ സംസാരം ശ്രദ്ധയോടെ കേട്ടിട്ട് കർത്താവ് പോക്കറ്റിലൊരു കുഞ്ഞു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതോടെ എഴുതിയിരിക്കുന്ന പ്രത്യേക ഒരു പുസ്തകം എഴുതി, ഒരു അനുസ്മരണ ഗ്രന്ഥം എഴുതപ്പെട്ടു. എന്നിട്ട് പറയാണ് അവർ എന്റേതായിരിക്കും. ഞാൻ പ്രവർത്തിക്കുന്ന ദിവസം അവർ എന്റെ പ്രത്യേക അവകാശമായിരിക്കും. തന്നെ ശുശ്രൂഷിക്കുന്ന പുത്രനെ രക്ഷിക്കുന്ന പിതാവിനെ പോലെ ഞാൻ അവരെ രക്ഷിക്കും. ഇത് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ
നീതിമാനെയും ദുഷ്ടനെയും ദൈവത്തെ ശുശ്രൂഷിക്കാത്തവരെയും ഒരിക്കൽ കൂടി നിങ്ങൾ തിരിച്ചറിയും. ഇത് തിരിച്ചറിയണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എന്താ പറയുക, നമ്മുടെ സുവിശേഷം, നമ്മുടെ ജീവിതത്തിലൂടെ സുവിശേഷത്തിന്റെ മെസ്സേജ് നമ്മൾ കൊടുക്കാത്തവരായി തീരും. ദൈവത്തെ ശുശ്രൂഷിക്കുന്നവനെയും ദൈവത്തെ ശുശ്രൂഷിക്കാത്തവനെയും തമ്മിലുള്ള വ്യത്യാസം ആര് കാണണം? ലോകം കാണണം. ആൻഡ് ഗോഡ് ഈസ് ഹൈലി ഇൻട്രസ്റ്റഡ് ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് ദിസ് പോയിന്റ് ടു ദി വേൾഡ്. എന്തിനു വേണ്ടിയാ? ഇനിയും കുറെ ആൾക്കാർ രക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട്. പൗലോസ് പറയുന്ന പോലെ യഹൂദരിൽ ഒരു അസൂയ സൃഷ്ടിച്ചിട്ടെങ്കിലും അവരിൽ കുറെ പേരെ എനിക്ക് നേടണം. കാരണം മനുഷ്യൻ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിലും ഗോഡ് ഈസ് വെരി സീരിയസ്, ബിക്കോസ് വാട്ട് ഈസ് അവൈറ്റഡ് ഫോർ ഹ്യൂമൻ ബീയിങ്സ് കർത്താവിന് നല്ലപോലെ അറിയാം. തീയും ഗന്ധവും എരിയുന്ന തീപ്പൊയ്കയിൽ ഒരു കുഞ്ഞു പോലും പോയി നശിക്കുവാൻ, ഒരു മനുഷ്യൻ പോലും ശിക്ഷിക്കപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എല്ലാ മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം ദൈവം ലോകത്തിന് മുമ്പിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്യും. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവം അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ബി കോപ്പറേറ്റീവ് വിത്ത് ദി ലോർഡ്. 31 സങ്കീർത്തനം അതിൻ്റെ 19ാമത്തെ സെന്റൻസിൽ മുപ്പത്തൊന്നിന്റെ 19 31 വേഴ്സ് 19 സാംസ്. എത്ര അധികമാണ് എന്നെ ഭയപ്പെടുന്നവർക്കായി നിന്നെ ശരണം പ്രാപിക്കുന്നവർക്കായി നീ അത് മനുഷ്യപുത്രൻ കാണുകയെ പ്രവർത്തിക്കും. അതെ, നിന്നിൽ ശരണപ്പെടുന്നവർക്കായിട്ട് നീ അത് മനുഷ്യപുത്രർ കാണുകയെ പ്രവർത്തിക്കും. നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന നമ്മളെ ബന്ധക്കാര്, നമ്മൾ പുച്ഛിക്കുന്ന നമ്മളെ റിലേറ്റീവ്സ്, നമ്മളെ പുച്ഛിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ 100% I can challenge you, I can assure you, if you are sincerely serving the Lord, ഇന്ന് നമ്മളെ പരിഹസിക്കുന്ന ബന്ധക്കാര്, ഇന്ന് നമ്മളെ പുച്ഛിക്കുന്ന നമ്മുടെ ചുറ്റുപാടുമുള്ളവർ തീർച്ചയായിട്ടും പറയും ഇവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവൻ. ഐസിയ 61 വേഴ്സ് 9 വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഐസിയ 61 നമുക്കറിയാം സുവിശേഷത്തെക്കുറിച്ചുള്ള ഒരു ചാപ്റ്റർ. അതിൻ്റെ 9ാമത്തെ സെന്റൻസിൽ പെട്ടെന്ന് വായിക്കോ. 9 അവരുടെ പിൻപുറക്കാർ ജനതകൾക്കിടയിലും അവരുടെ സന്തതികൾ ജനപദങ്ങൾക്കിടയിലും അറിയപ്പെടും. അവരെ കാണുന്നവരെല്ലാം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനമാണ് അവർ എന്ന് അംഗീകരിക്കും. അവരെ കാണുന്നവര്, നമ്മളെ കാണുന്നവര്, നമ്മുടെ സന്തതികളെ കാണുന്നവര്, നമ്മുടെ കുടുംബത്തെ കാണുന്നവര്, ഇഫ് യു ആർ സ്റ്റെഡ്ഫാസ്റ്റ് ആൻഡ് ഫെയ്ത്ത്ഫുൾ ടു ദി ലോർഡ്. അതൊരു കണ്ടീഷനാണ്. ദാവീദിന്റെ സന്തതി സിംഹാസനത്തിൽ ഇരിക്കാൻ എന്നും ഒരാളുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആളുണ്ടായില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ എന്നെ അനുസരിച്ചതുപോലെ നിന്റെ സന്തതികളും എന്നെ അനുസരിച്ചാൽ ദാവീദിന്റെ സിംഹാസനം ചിരകാലത്തേക്ക് നിലനിൽക്കും. പക്ഷെ ദാവീദിന്റെ സിംഹാസനം നിലനിന്നില്ല. ഐസിയ 61 വേഴ്സ് 9 വായിച്ചു നമ്മൾ, ഇഫ് യു ആർ ഫെയ്ത്ത്ഫുൾ ടു ദി ലോർഡ്, അതാ ദൈവം നമ്മളിൽ നോക്കും. വിശ്വസ്തനെങ്കിൽ നിന്നെ കാണുന്നവൻ, നിന്റെ മക്കളെ കാണുന്നവർ വാസ്തവമായിട്ട് ഇവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ എന്ന് പറയുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയാൽ സഹസ്ര പുരുഷാന്തരങ്ങളിലും ദൈവത്തിൻ്റെ വചനത്തെ, തൻ്റെ വചനത്തെ ഹൃദയത്തിൽ വയ്ക്കുന്ന കർത്താവ്, തൻ്റെ വചനം അതിൻപടി നിറവേറുന്നോ എന്ന് ഭൂമിയിൽ എപ്പോഴും കണ്ണോടിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ്, 100% I can assure you God will demonstrate it not only in your life, in front of the unbelievers, in front of your unconverted relatives, in front of the people who are criticizing you. Definitely Lord will demonstrate. So be faithful to the Lord. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും let us be witnesses of the Lord. കർത്താവ് അനുഗ്രഹിക്കും. നമുക്ക് അല്പസമയം കർത്താവിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കാനായിട്ട് അല്പസമയം എടുക്കാം. സമയം ഇത്തിരി കടന്നുപോയി, എന്നാലുള്ള സമയം കൊണ്ട് നമുക്ക് കർത്താവിനെ, നമ്മുടെ മധ്യ സന്നിഹിതനായിരിക്കുന്ന കർത്താവിനെ വർഷിപ്പ് ചെയ്യാനായിട്ട് സമയം എടുക്കും. സർവശക്തനായ ദൈവമേ, പിതാവേ, അടിയനാക്കി സഭയായിട്ട് സ്തുതിക്കുന്നു, ആരാധിക്കുന്ന കർത്താവേ, കർത്താവേ, ഞങ്ങൾക്ക് ഏറ്റവും സ്നേഹിതനായിരിക്കുന്ന അങ്ങയുടെ വലിയ കർത്തവ്യക്കായി സ്തോത്രം ചെയ്യുന്നു. മാതാ, അവൾ ഞങ്ങളെ കാണുമ്പോൾ കർത്താവെ വിശുദ്ധി തികഞ്ഞവരും സ്നേഹത്തിൽ കുറവില്ലാത്തവരുമായി കാണുവാൻ തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാർവതി നിവർത്തിക്കപ്പെടുന്ന കുറ്റം പറ്റുന്ന നിഷ്കളനും പരിശുദ്ധനും ആകാശങ്ങളിൽ കടന്നുപോകുന്ന ഒരു ദൈവത്തെയായാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നത്. കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ മേലെ എത്ര വലിയ കൃപയാണ് വർഷിച്ചിരിക്കുന്നത്. ആ പാപത്തെ വെല്ലുവിളിച്ച കർത്താവെ, ഞങ്ങളും ഈ ദേശത്തായിരിക്കുമ്പോൾ പാപത്തെയും പാപസാഹചര്യം വെല്ലുവിളിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ പാപത്തിൽ കീഴ്പ്പെടുത്താൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്നുകൊണ്ട് ആ സ്നേഹത്തിൽ തന്നെ അങ്ങ് ഞങ്ങളുടെ മേൽ
കഴിയുന്ന കൃപയാൽ വളർന്നു വരുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സർവശക്തനും സർവജ്ഞാനിയുമാണല്ലോ, സകല തരത്തിനു വേണ്ടി അധികാരമുള്ള ദൈവമാണല്ലോ. അവിടത്തേക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല കർത്താവെ. അവിടുത്തോട് കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം സാധ്യമാണ് ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ. ആ വിശ്വാസത്തിൽ ശക്തിയായിട്ട് ചെയ്യുന്നു. സകല മഹത്വം നിൽക്കണം സകല മിച്ച കർത്താവിന്റെ എന്റെ നാമത്തിൽ തന്നെ. ആമേൻ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. എളിയവർ തൻ മക്കൾക്ക് ലോകമേതും അനുകൂലമല്ലല്ലോ നാഥ. അനുകൂലമാണ് ബലവും മഹിമയും നീതാ. വലിയവനാം നീ അനുകൂലമാണ് ബലവും മഹിമയും നീതാ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ ആര്യൻ പ്രിയ. ഞങ്ങൾ കേൾക്കേണ്ടിയിരുന്ന മരണത്തിന് രക്ഷ ആവശ്യമായ മനസ്സോടെ ആഗ്രഹിക്കുന്ന ആവശ്യമായ ഞങ്ങൾ പ്രവർത്തിക്കുന്ന മാറ്റങ്ങൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന സുവിശേഷം ജീവിക്കുന്ന സുവിശേഷം പ്രത്യക്ഷപ്പെടാനുള്ള ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാം ഞങ്ങൾ നല്ല വഴിയിലേക്ക് നടത്തുന്നതിനും കുറവില്ലാതെ ഓരോ ദിവസത്തെ സ്നേഹിച്ച പോലെ സർവശക്തനായ ദൈവമേ, സർവ്വസ്നേഹങ്ങളുടെ പിതാവേ, ആകാശങ്ങളെയും ഭൂമിയെ സൃഷ്ടാവായ നാഥ, കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഒരാഴ്ച കൂടി കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കടന്നു പോയല്ലോ. ഞങ്ങൾ ഇന്ന് കേട്ട വചനം പോലെ ദൈവമേ, ഞങ്ങൾ വിശുദ്ധിയിൽ എത്രത്തോളം വർദ്ധിച്ചു. ഞങ്ങൾ വിശ്വാസത്തില് കർത്താവെ ഞങ്ങളുടെ ഭാഗ്യത്തെക്കുറിച്ച് ഞങ്ങൾ കേൾക്കുവാനിടയായി. ദൈവമേ, കാണാതെ വിശ്വസത്തിൽ ഞങ്ങൾ എത്രയോ വലിയ ഭാഗ്യവാന്മാരാണ്. ദൈവമേ, ഞങ്ങൾക്ക് മുൻപുണ്ടായിരുന്നവരെക്കാൾ ഇത്ര വലിയ ഭാഗ്യം ഞങ്ങൾക്ക് തന്നിട്ട് കർത്താവെ ആ ഭാഗ്യത്തോടെ എത്രത്തോളം നന്ദിയുള്ളവരായിരുന്നു ഞങ്ങളെന്ന് ഞങ്ങളെ ഓരോരുത്തരും സ്വയം ശോധന ചെയ്യുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. കർത്താവെ, അവിടുത്തെ വിശ്വസ്തതയെക്കുറിച്ച് കർത്താവ് വിശുദ്ധി പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയില്ല എന്ന് കർത്താവെ ഞങ്ങൾ കേട്ടല്ലോ. കർത്താവ് വിശുദ്ധി പ്രാപിക്കുന്നതിൽ ഓരോ ദിവസവും ഞങ്ങൾ കർത്താവെ കൂടുതൽ വിശുദ്ധി വരുവാൻ കർത്താവെ ബാലശിക്ഷ തരുന്നത് വിശുദ്ധിയിൽ പങ്കുകാരാകുവാനാണെന്ന് ഞങ്ങൾ കേട്ടു. കർത്താവെ, ഞങ്ങളുടെ ബാലശിക്ഷ ഞങ്ങൾക്ക് തരുന്ന ബാലശിക്ഷ കർത്താവെ ഞങ്ങളുടെ വിശുദ്ധിയിൽ വർദ്ധിക്കുന്നതിന് കർത്താവെ അത് ഇടയായി തീരുവാൻ കർത്താവെ സഹായിക്കണം. ദൈവമേ, ഞങ്ങൾ ആരും പെർഫെക്റ്റ് അല്ല. എന്നാൽ ദൈവമേ, അവിടുത്തെ വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ഞങ്ങളെ അതിൽ വർദ്ധിച്ചു വരുവാൻ കർത്താവെ അവിടുന്ന് കാണിക്കുന്ന ഒരു സാധനം ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങളിന്ന് എവിടെ എത്തുമായിരുന്നു. ദൈവമേ, കർത്താവിനോട് മറുതലിക്കുന്ന ദൈവമേ, ഹൃദയം താഴ്മയില്ലാതെ പലപ്പോഴും കർത്താവെ അവിടുത്തെ സ്വരം കേൾക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. വിനീതരോട് അവിടുന്ന് സംസാരിക്കുന്നു എന്ന് ദൈവമേ വീണ്ടും ഞങ്ങൾ കേട്ടു. കർത്താവെ, ആ വിനയം ഞങ്ങളുടെ ജീവിതത്തിലും ലഭിക്കാനിടയാക്കണം. പരിശുദ്ധാത്മാവിനാൽ ദൈവമേ, ഞങ്ങൾ നിറഞ്ഞ പരിശുദ്ധാത്മാവിനാൽ ശക്തി പ്രാപിച്ച പരിശുദ്ധാത്മാവിനാൽ
സ്നാനം പ്രാപിച്ചവരായി തീരുവാൻ കർത്താവെ കഴിഞ്ഞ ആഴ്ചയേക്കാൾ കഴിഞ്ഞ കാലഘട്ടത്തേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ക്രിസ്ത്യൻ ജീവിതത്തിലേക്ക് കർത്താവെ ഞങ്ങളെ നയിക്കണം. ദൈവമേ, അവിടുത്തെ വചനം കേട്ടത് വീണ്ടും ഞങ്ങൾ ആലോചിക്കുവാൻ, ഞങ്ങളുടെ മനസ്സിലത് പാഠമായി തീരുവാൻ, ഞങ്ങളുടെ സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ എല്ലാം തിമോത്തിയോട് പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളോടും അവിടുത്തെ വചനം സംസാരിച്ചല്ലോ. ദൈവമേ, ഞങ്ങളും ഓരോ കാര്യങ്ങളെയും ഗൗരവത്തോടെ കാണുന്നവരായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. ദൈവവചനത്തിന് അർഹിക്കുന്ന ഗൗരവം കൊടുത്ത് ഞങ്ങൾക്ക് ജീവിക്കാൻ കർത്താവെ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ സാധ്യമല്ലെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ കൃപ യാചിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് അവിടുന്ന് നൽകും. കൃപ യാചിക്കുവാനുള്ള വിവേകവും പരിജ്ഞാനവും സോളമന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവമേ അവിടുന്ന് ഉത്തരം നൽകിയതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന വിവേകമുള്ളതായി തീരുവാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം. എന്റെ ദൈവമേ, പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ സമർപ്പിക്കുക പോലെ കേട്ടല്ലേ. മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാം മിശിഹാ, ശുദ്ധൻ മഹോന്നതദേവൻ, പരമെങ്ങും നിറങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനാം മിശിഹാ, ഹല്ലേലൂയ, 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 ജീവനുള്ള വാചന കർത്താവ് കേൾക്കുവാനും കർത്താവ് കഴിയുന്ന ജീവിതത്തിൽ കർത്താവ് അവസരം കൊണ്ട് ഓർക്കുന്നതിനായിരുന്നു കർത്താവ് കർത്താവ് വിശുദ്ധിയിലേക്ക് അങ്ങാതിരിക്കുന്ന വിശുദ്ധിയിലേക്ക് കർത്താവെ വളർന്നിരുവാൻ കർത്താവെ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഓരോരുത്തരെ അവിടുന്ന് സഹായിക്കുന്നതോടൊപ്പം ചെയ്യുന്ന കർത്താവെ കർത്താവെ കേട്ടവാനത്തും ഞങ്ങളെ താഴ്ച സമർപ്പിക്കുന്ന കർത്താവെ വേറെ താഴ്മയോടെ ജീവിക്കുവാൻ കർത്താവെ കർത്താവിന്റെ വെളിച്ചം കർത്താവെ ഈ ലോകത്തിന് കർത്താവെ പകർന്നു കൊടുക്കുവാൻ പോലും കർത്താവെ കർത്താവ് ആഗ്രഹിക്കുന്നവരിൽ പൂർണ്ണ വിശുദ്ധിയോടെ തന്നെ കർത്താവെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ മുഴുവൻ കർത്താവെ കർത്താവ് ഞങ്ങളെ കാണുന്നവർ കർത്താവെ കർത്താവിനെ അനുഗ്രഹിക്കുന്നത് കർത്താവെ ആ സാക്ഷ്യം കേൾക്കുവാൻ തക്കവാണ് കർത്താവെ ആ വിശുദ്ധിയിൽ തന്നെ കർത്താവെ പൂർണ്ണമായ കർത്താവ് തന്നെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് കർത്താവെ ജീവിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാതെ സ്ഥലമേശി കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥനത്തിനാവും. കർത്താവ് കഴിഞ്ഞ കർത്താവ് ഒരുമിച്ച് കർത്താവ് അവിടുന്ന് കാണിക്കുന്ന കർമ്മയ്ക്ക് കർത്താവ് അവിടത്തേക്ക് പറയുന്നു. കർത്താവിനെ കുറിക്കാട്ട കർത്താവ് ജനത്തെ മരവിപ്പിച്ചുകൊണ്ട് കർത്താവ് ഇടിഞ്ഞ വാദത്തിലൂടെ ജീവിക്കുവാൻ കർത്താവ് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. കർത്താവ് മുമ്പത്തെക്കാട്ടും മെച്ചമായ ഒരു സഭാഹാൾ അവിടുന്ന് നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. കർത്താവ് ഈ സഭാഹാളിലൂടെ കർത്താവ് ഞങ്ങൾക്ക് സുവിശേഷത്തെ കൂടി അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ പുതിയ സംരംഭത്തെ കർത്താവ് അവിടെ ഞങ്ങളിലൂടെ അവിടുന്ന് ഉപയോഗിക്കണമെന്നുള്ള കർത്താവ് അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകാൻ കർത്താവ് ഞങ്ങൾ പരസ്പരം നല്ല സ്നേഹത്തിലായിരിക്കാൻ കർത്താവ് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. എല്ലാം സമർപ്പിക്കുന്ന യേശുവിന്റെ നാമത്തിൽ യാചിക്കുന്നു. വന്നിതൻ ആരിലോ ഉന്നതൻ ക്രിസ്തുവാ, ആയിരങ്ങളിൽ സുന്ദരൻ വന്നിതൻ ആരിലോ ഉന്നതൻ ക്രിസ്തുവാ, അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോരാനാരുമില്ല, അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെ പോരാനാരുമില്ല, അവനിൽ ശരണപ്പെട്ടാരുമേ ആരുമേ ഒരു നാളും മറയാതെ മോദമായി മോദമായി അവനിൽ
Our Father who art in heaven, hallowed be thy name, thy kingdom come. Lord, give us this day your presence and almighty Lord. Lord, give each one of us the power and knowledge to utilize this fellowship, Lord. Bless this new shelter, Lord. Help us to grow in faith and understand the true meaning of eternal life, Lord. Lord, help the children, help them to grow under your guidance and presence, Lord. Lord, we need your presence as well, absolutely, Lord. Help us strengthen our faith and increase abundantly, Lord. Lord, save us from the enemy who tries to persecute us each and every day, Lord. Help us to control our tongue and stop speaking deceit, Lord, so we can become perfect, Lord. Help us to understand each and everything which Paul told to Timothy. Understand the true essence of it, Lord. Lord, according to you, you resist the proud and give grace to humble, Lord. Lord, help us to be humble in each and every way, Lord. Pray in Jesus' name. ആമേൻ. തന്റെ ചുമലിലേറ്റുകൊണ്ട് എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. എനിക്കായി കുരിശിൽ മരിച്ചു. എന്റെ യേശു എത്ര നല്ലവൻ. വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. കർത്താവെ, അവിടുന്ന് വിശുദ്ധനായിട്ടുള്ള ദൈവമാണല്ലോ. വിശുദ്ധി പ്രാപിക്കാതെ അങ്ങേ സന്നിധിയിൽ ഞങ്ങൾക്ക് അണയുക അസാധ്യമാണല്ലോ കർത്താവെ. ആകയാൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പുകളും വിശുദ്ധി പ്രാപിക്കുക എന്ന ലക്ഷ്യത്തിലായിരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു പിതാവേ. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനാണല്ലോ. ആകയാൽ അങ്ങേ മാത്രം ആരാധിച്ച് അങ്ങേ മാത്രം സേവിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ക്രിസ്തു യേശു മുഖാന്തരം ഞങ്ങൾ യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു പിതാവെ, അവിടുന്ന് കേട്ടറിയണമേ. കർത്തൃമേശയായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെന്നും ചിന്തിക്കുന്നതാണ്. അതുകൊണ്ട് അതിൻ്റെ ഗൗരവം നമുക്ക് കുറയ്ക്കാൻ പറ്റത്തില്ല. 1 കൊരിന്ത്യസ് 11 അധ്യായം ജസ്റ്റ് ആ സ്ഥലം ഒന്ന് വായിക്കും. 23 തുടങ്ങിയുള്ള കർത്താവിൽ നിന്ന് ലഭിച്ചത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. അത് ഇതാണ്: കർത്താവായ യേശു താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത ശേഷം അത് വിഭജിച്ചുകൊണ്ട് അരുളിച്ചെയ്തു, ഇത് നിങ്ങൾക്കായുള്ള എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുക. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളിച്ചെയ്തു, ഈ പാനപാത്രം എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാകുന്നു. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾ കർത്താവിന്റെ മരണം അവന്റെ ആഗമനം വരെ ഉദ്ഘോഷിക്കുന്നു. മതി. ഇതിൽ നമ്മൾ ചിന്തിക്കുന്ന അറിയുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുക. അതായത് നമ്മളിത് പങ്കെടുക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്, കർത്താവിൻ്റെ മരണം. എന്നിട്ട് ടിൽ ഹിസ് റിട്ടേൺ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ പ്രത്യാശ, ഏറ്റവും സന്തോഷമുള്ള ഈവൻറ്റ്, ഇൻസിഡൻറ്റ് കർത്താവിൻ്റെ മടങ്ങി വരവാകട്ടെ. ഇപ്പോൾ പലപ്പോഴും നമുക്കങ്ങനെയല്ല, നമ്മളെല്ലാം അതിനകത്ത് ഷോർട്ട് കമ്മിങ്സ് ഉള്ളവരാണ്. നമ്മുടെ ജീവിതത്തിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. നമ്മളിന്ന് എന്തൊക്കെ ചിന്തിച്ചാലും ഞാൻ അങ്ങനെ പല ഇതുകളും വായിച്ചിട്ടുണ്ട്. ചിലർ മരിച്ച ആൾക്കാർ തിരികെ വന്നവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ നമുക്കറിയില്ല. സ്റ്റിൽ അതെല്ലാം പറയുന്നത് ആ കർത്താവിൻ്റെ തിരുമുഖം കണ്ടതോടുകൂടി അവർക്കൊരിക്കലും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലാത്ത അല്ലെങ്കിൽ അനുഭവിക്കാൻ പറ്റാത്ത വലിയൊരു സന്തോഷാവസ്ഥ അവർക്ക് അനുഭവിച്ചതായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലും അതെന്തോ ആട്ടെ, അത് ചിലപ്പം ഹല്യൂസിനേഷൻസ് ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മളെ സംബന്ധിച്ച് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം, ഏറ്റവും വലിയ
ജീവിതത്തിലെ ഡിസയർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക സ്വപ്നമുള്ളവരായിട്ട് നമ്മൾ ജീവിക്കുക. കർത്താവ് മടങ്ങി വരും, കർത്താവിനെ കാണണം. അങ്ങനെയായിരുന്നു നമ്മൾ തെസ്സലോനിക്ക ലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചാണ് അവർ എത്ര ദിവസം ഇരുന്നതാണ്, എൻ്റെ ലൈഫ്. അവരുടെ ജീവിതം ദൈവത്തെ സേവിക്കാനും സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം. എല്ലാ ദിവസവും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷ ചെയ്താ. പൗലോസ് പറയും, ജീവനോടെ ഇരിക്കുന്നവരായ നാമോ അവനോടൊപ്പം ആകാശങ്ങളിൽ എടുക്കപ്പെട്ട് അവനെ കാണും. പക്ഷെ നമുക്ക് നമ്മുടെ 20 നൂറ്റാണ്ട് കടന്നുപോയി, 21-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും ആ ഒരു ഡീപ്പായിട്ടുള്ള ഡിസയർ ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ച് നമുക്ക് മറ്റെന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസയർ ഉണ്ട്. നമുക്ക് ലോകത്തിൽ നമുക്ക് പലതും വേണം, ദൈവം നടത്തി തരും, ആവശ്യമാണ്, അല്ലെന്നല്ല. എന്നാൽ ഇതിനെ ഓവർകം ചെയ്യുന്ന ഒരു ഡിസയർ കർത്താവിൻ്റെ കാര്യത്തിൽ ഇല്ലെങ്കിൽ എന്താ നമുക്കുള്ള വ്യത്യാസം എന്താ ലോകക്കാരുമായിട്ട്? പൗലോസ് ചോദിക്കുന്ന പോലെ, നിങ്ങൾ ലോകക്കാരെ പോലെ ജീവിക്കുന്നവരല്ലേ? കൊറിന്തോസിലെ വിശ്വാസികളോട് ചോദിക്കും, നിങ്ങൾ ലോകക്കാരെ പോലെ ജീവിക്കുന്നവരല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ ലോകക്കാരെ പോലെ ജീവിക്കാൻ പാടില്ല. ലോകക്കാരിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കണം നമ്മുടെ ലൈഫ്. അല്ലെങ്കിൽ പിന്നെ എന്താ വ്യത്യാസം? അപ്പോൾ ഇതിൽ ഒരു കാര്യം ഞാൻ എന്നോട് തന്നെ എല്ലാവരോടും ഓർമ്മിപ്പിക്കുക. ആ കർത്താവിൻ്റെ മടങ്ങി വരൂ, അല്ലെ കർത്താവിനെ മുഖാമുഖം കാണുന്ന, വെറും പാട്ടുകളിൽ ഒതുങ്ങാതെ ജീവിതത്തിൻ്റെ ഏക അംബീഷൻ കർത്താവിനെ കണ്ടെത്തുക, കർത്താവിനെ മുഖാമുഖം കാണുന്ന ആ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ സ്വപ്നമായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം നമ്മൾ തന്നെ ശോധന ചെയ്യാനായിട്ട് സമയമെടുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചിന്തിച്ച പോലെ അവൻ വെളിച്ചത്തിലായിരിക്കുന്ന പോലെ നാം വെളിച്ചത്തിൽ ജീവിക്കുന്നുവെങ്കിൽ അവൻ്റെ പുത്രനായ